ഹായ് മക്കളെ, മായൂർ സാറുടെ മെന്ററിൽ നിന്നും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് മൂന്നാം ചാപ്റ്ററിന്റെ ടോപ്പ് 30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ സെക്ഷൻ കൊണ്ട് സോൾവ് ചെയ്യുന്നു. റെഡിയാണോ? അപ്പോൾ പുതുതായിട്ട് കാണുന്ന മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക, PYQ ചെയ്യാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. സോ നോക്കിക്കോടാ, ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പൗസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് ശ്രദ്ധിക്കുക. ഉത്തരം കറക്റ്റ് ആണെങ്കിൽ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങളെ വിലയേറിയ അഭിപ്രായം എന്താണ് അറിയിക്കാൻ കേട്ടോ. സോ അങ്ങനെയാണ് മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഒരുപാട് PYQ അല്ലേ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അല്ലേ, ഒരുപാട് PYQ നമ്മൾ എന്ത് ചെയ്യുന്നടാ സോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. റെഡിയാണോ? സോ അങ്ങനെയാണ് മക്കളെ എന്ത് ചെയ്യുക, നേരം കളയണ്ട. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. റെഡിയാണോ? വിച്ച് സബ്സെൽ അമോങ് ദ ഫോളോവിങ് ഹാസ് ഹൈയസ്റ്റ് എനർജി? അതായത് തന്നിരിക്കുന്ന സബ്സെല്ലുകളിൽ, അതായത് മലയാളിയുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാടാ, തന്നിരിക്കുന്ന സബ്സെല്ലുകളിൽ ഏറ്റവും ഊർജം, എനർജി എന്ന് പറയുന്ന ഊർജം കൂടുതലാർക്കാണ്? തന്നിരിക്കുന്ന സബ്സെല്ലുകളിൽ ഊർജം അഥവാ എനർജി കൂടുതൽ ആർക്ക്? റെഡിയാണോ? തന്നിരിക്കുന്ന സബ്സെല്ലുകളിൽ ഊർജം അഥവാ എനർജി ആർക്കാണ് കൂടുതൽ? റെഡിയാണോ? സോ നോക്കിക്കോട്ടോ. ഫസ്റ്റ് ആരാണ്? 2p, 4s, 3d, 3p. ഇങ്ങനെ സബ്സെല്ലിന്റെ എനർജി നമ്മൾ എങ്ങനെ നോക്കുക? ഇവിടെ ഒരു റൂൾ ഉണ്ടടാ. ആ റൂളിനെ പറയുന്ന പേരാണടാ N+L റൂള്. ഏതായിരിക്കടാ? N+L റൂള്. റെഡിയാണോ? ആ N+L റൂളടാ ആർക്കാണോ വാല്യൂ കൂടുതൽ അവനായിരിക്കടാ, അവർക്കായിരിക്കും എന്ത് കൂടുതലടാ, എനർജി കൂടുതൽ. റെഡിയാണോ? സോ അങ്ങനെയാണെങ്കിൽ 2p എന്ന് പറഞ്ഞിടത്ത് N വാല്യൂ എത്രടാ? 2 പ്ലസ് പീൻ്റെ എൽ എത്ര? പീൻ്റെ എൽ നിങ്ങൾക്ക് അറിയോ? നോക്കിക്കോട്ടോ. എസിൻ്റെ എൽ വാല്യൂ അഥവാ എൽ എന്ന് പറഞ്ഞാൽ ആരടാ? അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എത്രയാടാ? 0. അങ്ങനെയാണ് മക്കളെ പി എന്ന് പറഞ്ഞ സബ്സെല്ലിൻ്റെ എൽ വാല്യൂ എത്രടാ? 1. ഡി സബ്സെല്ലിൻ്റെ എൽ വാല്യൂ എത്രടാ? 2. റെഡിയാണോ? എഫ് എന്ന് പറഞ്ഞ സബ്സെല്ലിൻ്റെ എൽ വാല്യൂ എത്രടാ? 3. റെഡിയാണോ? അങ്ങനെയാണ് മക്കളെ പിന്റെ എൽ വാല്യൂ എത്രടാ? 1. അപ്പൊ എത്ര നമുക്ക് കിട്ടൂടാ? 3. റെഡിയാണോ? സോ മക്കളെ 4s ആണ് മക്കളെ. 4 പ്ലസ് എസിന്റെ എൽ വാല്യൂ എത്രടാ? 0. അപ്പൊ 4 + 0 എത്രടാ? 4. റെഡിയാണോ? 3d നോക്കിട്ടോ. 3 പ്ലസ് ഡിന്റെ എൽ വാല്യൂ എത്രടാ? 2 അല്ലടാ. സോ 3 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടൂടാ? എത്ര കിട്ടും പറയടാ, അന്തം മുട്ടുക്കാതെ. എത്ര ആയിരിക്കടാ? 5. റെഡിയാണോ? സോ ഇനി 3p എത്ര ആയിരിക്കടാ? n എത്ര? 3. പിന്റെ എൽ വാല്യൂ എത്രടാ? 1. അപ്പൊ 3 + 1 ഈക്വൽ ടു എത്ര കിട്ടൂടാ? 4. അപ്പൊ അങ്ങനെ മക്കളെ 3, 4, 5, 4 മക്കളെ ഏതിനായിരിക്കടാ? 3d കാടാ. n+ വാല്യൂ എത്രടാ? 5 ആണ്. സോ ഓപ്ഷൻ ഏതായിരിക്കടാ? 3d ആയിരിക്കും എനർജി കൂടുതൽ. മക്കളെ ദ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ്, അതായത് സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസം ഒരു മൂലകത്തിന് തന്നിട്ടുണ്ട്. റെഡിയാണോ? സോ നോക്കിക്കോട്ടോ. തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് അല്ല തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കറക്റ്റ് ആക്കി കാണിച്ചു തരാം. സോ ഒന്നാമത്തെ ഓപ്ഷനിൽ 1s2, 2s2, 2p6, 3s2, 3p6, 3d4, 4s2. ഇതാണ് മക്കളെ ഒന്നാമത്തെ 3d4, 4s2, 3d4, 4s2. റെഡിയാണോ? ഇനി രണ്ടാമത്തെ നോക്കിക്കോ, കോൺഫിഗറേഷൻ നോക്കിക്കോ. 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1. റെഡിയാണോ? മക്കളെ ഇതാണ് മക്കളെ ഒന്നാമത്തെ രണ്ടാമത്തെ ഓപ്ഷൻ തന്നത്. അതായത് ഒരു എലമെന്റ്, ഏതോ ഒരു എലമെന്റ് കേട്ടോ, അറിയില്ല കേട്ടോ. ഓക്കെ, ഏതോ ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് വിന്യാസം നമുക്ക് തന്നിട്ടുണ്ട്.
ഓക്കെ, ഈ തന്നിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനോ രണ്ടാമത്തെ ഓപ്ഷനോ ഏതോ ഒരു ഓപ്ഷൻ ആയിരിക്കും ഉണ്ടോ. എന്നിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞത് വിച്ച് അമോങ് ദീസ് ഈസ് കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. തന്നിരിക്കുന്ന രണ്ട് വിധത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസത്തിൽ തന്നെ ഏതായിരിക്കും ശരിയായിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം. ഗീവ് റീസൺ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്. റെഡിയാണോ? സോ അങ്ങനെയാണ് നിങ്ങൾ എന്താ ചെയ്യുക, ഓപ്ഷൻ നോക്കിക്കോട്ടോ. എടാ നിങ്ങൾ ഫസ്റ്റത്തെ ഓപ്ഷൻ ഇല്ലടാ. എടാ എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റത്തെ ഓപ്ഷൻ ഇല്ലടാ മക്കളെ. അവസാനം ആരടാ 3D4 4s2. മക്കളെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താടാ 3D5 4s1. മക്കൾ പഠിച്ചിട്ടുണ്ടടാ 3D മക്കളെ എന്നില്ലെങ്കിൽ എന്താ ഫുള്ളി ഫില്ലഡ് ആവണം, അല്ലെങ്കിൽ എന്താണ് ഹാഫ് ഫില്ലഡ് ആവണം. എന്തിനും വേണ്ടിയിട്ടടാ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ 3D ഇവിടെ എത്ര ഉണ്ടടാ 4 ആണ്. 3D എത്ര ഉണ്ടടാ 4 ആണ് മക്കളെ. അവിടെ നിന്നുണ്ടടാ 3D എത്ര 5 ആണ്. സോ ഏതായിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക? ഓപ്ഷൻ 2 ആയിരിക്കും റൈറ്റ് ആൻസർ. കാരണം 3D5 കഴിഞ്ഞിട്ടാ പിന്നെ ആരടാ 4s1. റെഡിയാണോ? റെഡിയാണോടാ? കാരണം ഡിയിലെ 5 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്തതിന് മാത്രമേ എങ്ങോട്ട് പോവുള്ളൂടാ എസ്സിലേക്ക് പോവുള്ളൂ. റെഡിയാണോ? മനസ്സിലായോടാ? അങ്ങനെ മക്കൾ അഥവാ ക്വസ്റ്റ്യൻ ചോദിച്ചൊന്ന് കരുതിക്കോ. ക്വസ്റ്റ്യൻ ഇത് ഏതായാലും എന്നു ചോദിച്ചാൽ മക്കൾ ഏതായിരിക്കോടാ ക്രോമിയമാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രോമിയം ശരിക്കും എന്താ വരിക 3D4 4s2 ശരിക്കും എന്ത് വരിക. പക്ഷെടാ ക്രോമിയത്തിന് ഒരു എക്സെപ്ഷൻ ഉണ്ടടാ. ക്രോമിയം എന്തെയും ടിയിൽ 5 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആവണം. എന്തിനുമായിട്ടാ സ്റ്റേബിലിറ്റി അഥവാ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി. അപ്പോൾ 4s ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് പോടാ 3Dക്ക്. അപ്പോൾ 3D എന്ത് കിട്ടുടാ 5 കിട്ടും. അപ്പോൾ 4s എന്ത് കിട്ടുടാ 1 കിട്ടും. മനസ്സിലായോടാ? ഐഡിയ കിട്ടിയോടാ? ഐഡിയ കിട്ടി. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് എക്സ് ഈസ് ആർഗൺ 3D8 4s2. റെഡിയാണോ? അതായത് ഒരു മൂലകം അഥവാ എലമെന്റ് എക്സ്, അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് തന്നിട്ടുണ്ട്. ആർഗൺ എഴുതിയിട്ടുണ്ട് ഇവിടെ. ആർഗൺ എന്ന് പറഞ്ഞാൽ എന്താ എത്ര അറ്റോമിക് നമ്പർ എത്രടാ 18. പക്ഷെ എന്നൊരു വാക്യം എത്ര തന്നിട്ടുണ്ട് 3D8 4s2. 3D8 4s2. റെഡിയാണോ? സോ എക്സ് എന്ന് പറഞ്ഞ മൂലകത്തിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം തന്നു ആർഗൺ 3D8 4s2. ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഹൗ മെനി സെൽസ് ആർ ദർ ഇൻ ആൻ ആറ്റം ഓഫ് ദിസ് എലമെന്റ്. മക്കളെ ഇവിടെ ടോട്ടലി ഒന്ന് ആലോചിച്ച് നോക്കി എത്ര സെല്ലുകൾ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. മക്കളെ എന്താടാ എത്ര സെല്ലുകളുണ്ട്. എടാ ഹൗ മെനി സെല്ലുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടെത്തിയാൽ മതിയടാ പീരീഡ് നമ്പർ കണ്ടെത്തിയാൽ മതി. എന്ത് കണ്ടെത്തിയാൽ മതിയടാ പീരീഡ് നമ്പർ കണ്ടെത്തിയാൽ മതി. അപ്പോൾ പീരീഡ് നമ്പർ കണ്ടെത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടൂടാ സെല്ലുകളുടെ എണ്ണവും കിട്ടും. മക്കളെ അങ്ങനെയാണ് മക്കളെ ഇതിൻ്റെ പീരീഡ് നമ്പർ എത്രടാ എത്ര ആയിരിക്കൂടാ 4. അങ്ങനെ മക്കളെ ഇതിൻ്റെ സെല്ല് എത്ര ആയിരിക്കൂടാ 4 ആയിരിക്കും ഉത്തരം ഉണ്ടാവുക. റെഡിയാണോ? ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലിംഗ് ഒക്കേഴ്സ് ഇൻ വിച്ച് സബ്സെൽ. അതായത് അവസാനത്തെ ഇലക്ട്രോണുകൾ ഏത് സബ്സെല്ലിലാണ് കാണപ്പെടുക. എടാ അവസാന ഇലക്ട്രോൺ മക്കളെ ഏത് സബ്സെല്ലടാ എസ് അല്ലടാ. എസ് അല്ലേ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്സെല്ലാണ് കാണപ്പെടുന്നത്. നോക്കി ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. ലാസ്റ്റ് ഇലക്ട്രോൺ ഏതായിരിക്കോടാ എസ്. റെഡിയാണോ? ലാസ്റ്റ് ഇലക്ട്രോൺ ഏതായിരിക്കോടാ എസ്. അപ്പോൾ മക്കൾ ഇവിടെ ഏതാണ് എസ് സബ്സെല്ല്. റെഡിയാണോ? നെക്സ്റ്റ് ചോദിക്കോ. ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ദിസ് എലമെന്റ്. ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുക. എടാ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ വേണ്ടി ഡി ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ എസ്സിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം പ്ലസ് ഡിയിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം. സോ അങ്ങനെയാണ് മക്കളെ എസ്സിലെ ഇലക്ട്രോൺ എണ്ണം എത്രടാ 2 പ്ലസ് ഡിയിലെ ഇലക്ട്രോൺ എണ്ണം എത്രടാ 8. സോ 8 + 2 എത്രടാ 10. സോ ഗ്രൂപ്പ് നമ്പർ നമുക്ക് എത്ര കിട്ടൂടാ ഗ്രൂപ്പ് നമ്പർ അപ്പം എത്ര കിട്ടൂടാ 10 എന്ന് കിട്ടും. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് y ഈസ് 3s2 3p1 ട്ടോ. അപ്പം എന്ത് കിട്ടൂടാ നോക്കിക്കോട്ടോ. y = 3s2 3p1. ഓക്കെ. ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വൈറ്റ് ദ കംപ്ലീറ്റ് സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്ത അല്ലേ y എത്ര അവസാനിക്കാൻ എത്ര 3s2 3p1. അതിന് മുമ്പ് കുറച്ച് ആൾക്കാരുണ്ട് അതില്ല പക്ഷെ നമ്മളത് ഉണ്ടാക്കി ചെയ്താണ് കേട്ടോ. സോ പറയടാ 1s2 2s2 2p6 3s2
3p1. റെഡിയാണോ? എന്താ പറഞ്ഞിട്ടുള്ളത്? എടാ ക്വസ്റ്റ്യൻ എന്താണ് അല്ലേ? പൂർണ്ണമായിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതുക. ഇത് അവസാന 3s2 3p1 തന്നിട്ടുള്ളത്. പക്ഷെ നമ്മളോട് എന്താ ചോദിക്കേണ്ടത്? എടാ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വിന്യാസം, അതായത് ആ മൂലകത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം ഏതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് അങ്ങോട്ട് എഴുതി വെക്കുക. To which period and block does the element belongs to? അതായത് ഈ ഒരു മൂലകം ഏത് ബ്ലോക്കാണോ ഏത് പീരീഡ് ആണോ. എടാ ബ്ലോക്ക് ഏതാണ്? എടാ ഏത് ബ്ലോക്ക് ആയിരിക്കും? നിങ്ങൾ പറയടാ ബ്ലോക്ക് ഏതായിരിക്കും? എഴുതിയിട്ടുണ്ട് കേട്ടോ. എടാ ഏത് ബ്ലോക്ക് ആയിരിക്കും? എസ് ബ്ലോക്ക് ആണോ? അവസാനം ഏതിൽ എൻ്റർ ചെയ്യുന്നത്? പീലല്ലേ. അവസാനിക്കുന്ന ഏതിലെ മക്കളെ? പീലല്ലേ. സോ അതുകൊണ്ട് ഇത് ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്ക്. റെഡിയാണോ? അങ്ങനെ മക്കളെ പി ബ്ലോക്കിന്റെ പീരീഡ് നമ്പർ അല്ലേ ചോദിച്ചിട്ടുള്ളത്. എടാ പീരീഡ് നമ്പർ എന്താ? ഈ പീൻ്റെ സൈഡിലുള്ള നമ്പറാണ് എന്താടാ? പീരീഡ് നമ്പർ. സോ മക്കളെ പി ആയിക്കോട്ടെ ഇനി എസ് ആയിക്കോട്ടെ ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ. ആ സൈഡിലുള്ള നമ്പറാണ് മക്കളെ എന്താടാ? അതിൻ്റെ പീരീഡ് നമ്പർ. സോ ഇതിൻ്റെ പീരീഡ് നമ്പർ എത്ര ആയിരിക്കും മക്കളെ? പറയടാ എത്ര ആയിരിക്കോടാ? 3 ആയിരിക്കും. റെഡിയാണോ? ഇനി റൈറ്റ് ദ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നോബിൾ ഗ്യാസ് ബിലോങ്ങിങ് ടു സെയിം പീരീഡ്. അതായത് ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. എടാ നോബിൾ ഗ്യാസുകൾ ആരൊക്കെ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റാഡോൺ. റെഡിയാണോ? എടാ അത് മനസ്സിലാക്കേണ്ടത് ഏത് നോബിൾ ഗ്യാസ് ആണ്. അതായത് ഈ ഒരു എലമെന്റ് നോക്കിക്കോട്ടോ, ഈ ഒരു എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന പീരീഡ് എത്രടാ? 3-ാം പീരീഡ്. ആ 3-ാം പീരീഡിൽ ഏത് എലമെന്റ്, ഏത് നോബിൾ ഗ്യാസ് എലമെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ ഹീലിയം 1, നിയോൺ 2, ആർഗൺ എത്രടാ? 3. അപ്പൊ ഏതായിരിക്കും മക്കളെ? ആർഗൺ ആണ്. എടാ ആർഗണിന്റെ അറ്റോമിക് നമ്പർ എത്രടാ? 18 ആണ് കേട്ടോ. അപ്പൊ 1s2 2s2 2p6 3s2 3p6. റെഡിയാണോ? അപ്പോൾ 3p6 കിട്ടി. റെഡിയാണോ? കാരണം മക്കളെ 2 2 6 10 12 കൂടെ 6 18. കാരണം ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ എത്രടാ? 12 ആണ്. സോ മക്കളെ അങ്ങനെയാണ് മക്കളെ ഇത് ഏതാ പീരീഡാ? 3-ാമത്തെ പീരീഡ് അല്ലേ? അപ്പോൾ മക്കളെ ഈ എലമെന്റ് 3-ാമത്തെ പീരീഡാ. അപ്പോൾ ആർഗൺ എത്രാമത്തെ പീരീഡാ? 3-ാമത്തെ പീരീഡ്. അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. അതായത് ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം, അവസാനത്തെ സെല്ലിൻ്റെ ഔട്ടർ മോസ്റ്റിലെ അവസാന ബാഹ്യ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതുക ഓഫ് നോബിൾ ഗ്യാസ്. അതായത് മക്കളെ ഏതാടാ? അലസവാതകങ്ങൾ എന്ന് പറയും. എന്താടാ? അലസവാതകം അഥവാ നോബിൾ ഗ്യാസ് എന്ന് പറയും. റെഡിയാണോ? ആ നോബിൾ ഗ്യാസിന് ഇതാ. റെഡിയാണോ? ബിലോങ്ങിങ് ടു സെയിം പീരീഡ്. മക്കളെ ഒരു അലസവാതകങ്ങളുടെ അല്ലെങ്കിൽ മക്കളെ നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് ബാഹ്യ സെല്ലിലെ ഇലക്ട്രോണിക് സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതുക. പ്രത്യേകത എന്താണ്? ഒരേ പീരീഡിലായിരിക്കണം. കാരണം സെയിം പീരീഡാ. കാരണം മക്കളെ നിയോൺ എഴുതിയെന്ന് എഴുതിക്കോ. നിയോൺ 10 വരെ വരുള്ളൂ. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10. സോ ഇവിടെ വരെ വരുള്ളൂ. അപ്പോൾ മക്കൾ ഏതാ പീരീഡ്? അപ്പോൾ 2 ആയിരിക്കും കിട്ടുക. അപ്പോൾ നിയോൺ പറ്റുമോ? പറ്റൂല. കാരണം നിയോണിൻ്റെ പീരീഡ് നമ്പർ എത്ര? 2 ആണ്. അപ്പോൾ ആർഗണിൻ്റെ പീരീഡ് നമ്പർ എത്ര? 3. കാരണം ഈ എലമെൻറ്റ് 3-ാമത്തെ പീരീഡ്. അപ്പോൾ ആർഗണും 3-ാമത്തെ പീരീഡാണ്. റെഡിയാണോ? അതാണ് കേട്ടോ അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്ന സാധനം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. The subshell electronic configuration of some elements are given. The symbols are not real. Okay. അതായത് ഒരു ABCD എന്ന് പറഞ്ഞിട്ടുള്ള മൂലകങ്ങളാണ്. ഈ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസമാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് എലമെന്റ് among them show -2 oxidation state? തന്നിരിക്കുന്ന ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം അടിസ്ഥാനമാക്കിയിട്ട് -2 ഓക്സീകരണ അവസ്ഥ കാണിക്കുന്ന, എന്താ ഞാൻ പറഞ്ഞത്? -2 ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകം ഏതാണ്? റെഡിയാണോ? അത് നമുക്കിനെ മനസ്സിലാക്കുക. പറഞ്ഞുതരാം. നോക്കിക്കോ. എടാ -2 കാണിക്കുന്നു. എടാ ഇതൊന്നും ആലോചിച്ച് നോക്ക്. ഇപ്പം ഇതിൻ്റെ ജസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താടാ? അറ്റോമിക് നമ്പർ എത്ര? ടോട്ടൽ കൂടിയിട്ട് എത്ര? 17. ഇതിൻ്റെ അറ്റോമിക് നമ്പർ എത്രടാ? 10ഉം 12ഉം 16 കേട്ടോ. മക്കളെ ഇതിൻ്റെ എത്രടാ? 2 4 6 10. പിന്നെ ഇത് എത്ര ടോട്ടൽ? 6ഉം 7ഉം 8ഉം 10ഉം 30 26 കേട്ടോ. ഇത് എത്രയാണ്? 26. മക്കളെ ഇത് എത്ര വരുടാ? 20 എന്ന് വരും. ഇതെത്ര? 20. ഓക്കെ അല്ലേ? ഓക്കെ 20. മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടോ. എടാ ഇത് ഏതാണെടാ? ഹാലജൻ ഫാമിലിയാണ്.
ഇതേതാണ് ഹാലജൻ ഫാമിലി. 17 അറ്റോമിക് നമ്പർ വരുന്ന മക്കൾ ഏതാണടാ? ഹാലജൻ ഫാമിലിയാണ്. 17ാമത്തെ ഗ്രൂപ്പാണ്. റെഡിയാണോ? സോ 17ാമത്തെ ഗ്രൂപ്പ് ഹാലജൻ ഫാമിലി. അറ്റോമിക് നമ്പർ എത്രടാ? 17 തന്നെ. അത് ഹാലജൻ ഫാമിലിയാണ്. ഓൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രടാ? -1 വരുന്നത്. എത്രടാ? -1. പക്ഷെ മക്കളെ 16ാമത്തെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ മക്കളെ അതെന്താടാ? ഓക്സിജൻ ഫാമിലിയാണ് വരുന്നത്. എടാ ഓക്സിജൻ ഫാമിലിയും ചില ആളുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രടാ? -2 ആണ്. റെഡിയാണോ? പക്ഷേ 26 എടുത്തു കഴിഞ്ഞാൽ മക്കൾ അതെന്താ? അയേൺ ആണ്. അയേണിന് 2-3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരും. 2+ വരും, 3+ വരും, ഒക്കെ വരും. അത് വ്യത്യസ്തമായിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അയേൺ ഉണ്ടാവുക. നെക്സ്റ്റ് മക്കളെ കാൽഷ്യം എടുത്തു. കാൽഷ്യത്തിനും എന്താണ് മക്കളെ? യെസ്, ശരിയാണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 2 ആണ് കിട്ടുക. കാൽഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 2 ആണ്. ഓക്കെ, അങ്ങനെ മനസ്സിലായി. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ 2 ആണ്. അടക്കട്ടെ. പക്ഷെ ക്വസ്റ്റ്യൻ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളതെടാ? -2 ആണ്. എടാ രണ്ടാമത്തെ ഗ്രൂപ്പായിട്ടുള്ള കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 20 വരുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. പക്ഷെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? -2 ആണ്. അപ്പോൾ മക്കളെ ഏതായിരിക്കും ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, സാർ ഇതൊക്കെ എങ്ങനെ മനസ്സിലാവും, എങ്ങനെ കിട്ടാന്ന് ചോദിക്കും. ഓക്കെ അല്ലേ? അപ്പം അതിനാണ് ഞാൻ കാര്യം കാണിച്ചു തരാം. നിങ്ങൾക്കുമായിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ. എടാ ഗ്രൂപ്പ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻസിൻ്റെ ഒക്കെ ഓക്സിജൻ പഠിച്ചു വെക്കാം കേട്ടോ. പറഞ്ഞുതരാം. ഓക്കെ മക്കളെ, ഗ്രൂപ്പ് 1 എടുത്തു. ഈ ഗ്രൂപ്പ് 1 നമുക്ക് ആരൊക്കെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. റെഡിയാണോ? എടാ ഈ എലമെൻസിൻ്റെ ഒക്കെ ഓക്സിഡേഷൻ റേറ്റ് എപ്പോഴും എന്താ വരും? എടാ +1 ആണ് കേട്ടോ. എടാ ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. എടാ സോഡിയത്തിന് അറ്റോമിക് നമ്പർ 19 ആണ്. പൊട്ടാസ്യം 19 ആണ്. പഠിച്ചു വെക്കാം. എടാ ഗ്രൂപ്പ് 2 എടുത്തു കഴിഞ്ഞാൽ മക്കളത് ആരടാ? ബെർലിയം ആണ്. ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം, റാഡിയം. റെഡിയാണോ? എടാ ഓക്സിഡേഷൻ എത്രടാ? +2 ആണ്. എടാ ബെർലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 4 ആണ്. മെഗ്നീഷ്യം +2 ആണ്. കാൽഷ്യം 20 ആണ്. റെഡിയാണോ? നെക്സ്റ്റ് നമുക്ക് ഗ്രൂപ്പ് 13 പഠിച്ചേക്കാം. എടാ ഗ്രൂപ്പ് 13 ആരാ? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇന്ദിയം, താലിയം. റെഡിയാണോ? എടാ ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5, അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 പഠിച്ചേക്കുക. റെഡിയാണോ? എടാ ഇവന്മാരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എന്താ? +3 ആണ്. എടാ ഗ്രൂപ്പ് 14 ആരൊക്കെയാണ് മക്കളെ പറയടാ? കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്. റെഡിയാണോ? ഓക്കെ അല്ലേ മക്കളെ? കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രടാ? 6. സിലിക്കൻ്റെ അറ്റോമിക് നമ്പർ 14. റെഡിയാണോ? നെക്സ്റ്റ് മക്കളെ ഗ്രൂപ്പ് ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രടാ? +4. റെഡിയാണോ? എടാ ഗ്രൂപ്പ് 15 എടുത്തു. എടാ ഗ്രൂപ്പ് 15 ആരൊക്കെ വരും? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്ത്. റെഡിയാണോ മക്കളെ? ഇവന്മാർ നൈട്രജൻ അറ്റോമിക് നമ്പർ 7, ഫോസ്ഫർ എത്ര? 15. റെഡിയാണോ? നെക്സ്റ്റ് മക്കളെ ഗ്രൂപ്പ് ആരാടാ? 16. ആരാടാ? ഗ്രൂപ്പ് 16. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂരിയം, പൊളോണിയം. റെഡിയാണോ? എടാ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 6. എടാ സൾഫർ എത്രടാ? 16. എടാ ഈ ഗ്രൂപ്പിൻ്റെ ടോട്ടൽ ഓക്സിഡേഷൻ റേറ്റ് എന്തായിരിക്കും? -2. റെഡിയാണോ? എടാ ഗ്രൂപ്പ് 17 മക്കളെ ആരൊക്കെയാടാ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ. റെഡിയാണോ മക്കളെ? ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 7 ആണ്. എടാ ക്ലോറിൻ എത്രടാ? 17. റെഡിയാണോ? സോ ഓൻ്റെ ഓക്സിഡേഷൻ റേറ്റ് എത്രടാ? -1. റെഡിയാണോ? ഇനി മക്കളെ ഗ്രൂപ്പ് 18 ആരൊക്കെ വരുടാ? പറയടാ? ഹീലിയം 2, നിയോണ് 10 മക്കളെ, ആർഗൺ 18, ക്രിപ്റ്റൺ 36,
സെനോൺ 54, എടാ റാഡോൺ എത്രടാ 86, എടാ ഇവന്മാരുടെ ഓക്സിഡേഷൻ എത്രടാ 0. റെഡിയാണോ? അപ്പോൾ ഇത്രയും എലമെൻസിനെ നിങ്ങൾ പഠിച്ചേക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക, ഞാൻ അറ്റോമിക് നമ്പർ എഴുതി തന്നിട്ട്, അതായത് അറ്റോമിക് നമ്പർ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നടാ എഴുതി തന്ന എലമെൻസിൻ്റെ എന്തെങ്കിലും ഏത് ഗ്രൂപ്പാണ് അത് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. റെഡിയാണോ? സോ എന്നാലുള്ളൂ നമുക്ക് എന്ത് ചെയ്യുക ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉത്തരം കണ്ടെത്താൻ സാധിക്കുള്ളൂ. റെഡിയാണോ? വിച്ച് മെറ്റൽ ഹാസ് ഹയസ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ? റെഡിയാണോ? ഏത് മെറ്റലിനാണ് ഉയർന്ന ലോഹം അഥവാ മെറ്റാലിക് ക്യാരക്ടർ കൂടുതൽ? റെഡിയാണോ? നോക്കാം നമുക്ക്. മക്കളെ ഇത് ഏതാടാ 17ാമത്തെ ഗ്രൂപ്പാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇത് ഏതാമത്തെ ഗ്രൂപ്പാണ്? 16ാമത്തെ ഗ്രൂപ്പാണ്. ഓക്കെ മക്കളെ, സി ഏത് 26 മക്കളെ ഏതാണടാ? ഒരു ഡി ബ്ലോക്ക് ആണ് കേട്ടോ. എന്താണ് ഡി ബ്ലോക്ക് ആണ്. ഓക്കെ പിന്നെ അടുത്ത നമുക്ക് പറയാനുള്ളത് ഒരു ഡി എന്ന് പറഞ്ഞാൽ മക്കളെ ഏത് ബ്ലോക്കാണ്? 20 വരുന്നത് ഏതായിരിക്കും മക്കളെ? നമ്മൾ പറഞ്ഞു ഇവിടെ 20 വരുന്നത് ഏതാണ്? 20 വരുന്നത് ഗ്രൂപ്പ് 2 ആണ് അല്ലേ? കാൽഷ്യം 20 ഗ്രൂപ്പ് 2 ആണ് കേട്ടോ. സോ മക്കളെ അത് ഗ്രൂപ്പ് 2 ആണ്, 2ാമത്തെ ഗ്രൂപ്പാണ്. മക്കളെ ഏറ്റവും മെറ്റാലിക് ക്യാരക്ടർ കൂടുതൽ വരുന്നത് ഗ്രൂപ്പ് 1-നാണ്. അതിനുശേഷമാണ് ഗ്രൂപ്പ് 2-ന് വരിക. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ 1ാം ഗ്രൂപ്പ് ഇതിൽ ആരുമില്ല. പിന്നെ ആരുള്ളത്? കാൽഷ്യം 2ാമത്തെ ഗ്രൂപ്പാണ്. സോ അത് ഡി ആണ്. സോ ഉത്തരം എന്തായിരിക്കും? ഡി. മക്കളെ വിച്ച് എലമെന്റ് ഹാസ് ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി? എടാ അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ അയോണിക ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഹ്യ ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ നീക്കം ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേരാണടാ അയോണിക ഊർജം. റെഡിയാണോ? സോ അങ്ങനെയാണ് മക്കളെ ഏറ്റവും കൂടുതൽ അയോണിക ഊർജം മക്കളെ ആർക്കായിരിക്കടാ? യെസ്, ഹാലോജൻ ആയിരിക്കും. കാരണം ഹാലോജൻ്റെ കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ 2, 8, 7. റെഡിയാണോ? സോ 2, 8, 7 ആണ് സമയത്ത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഓനെ എങ്ങനെയെങ്കിലും ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കാനേ നോക്കുള്ളൂ. ഒരു ഇലക്ട്രോണിനെ കൊടുക്കാൻ സ്വീകരിക്കൂല. എങ്ങനെയെങ്കിലുമൊക്കെ വാങ്ങാനേ നോക്കുക, കൊടുക്കാൻ നോക്കൂല. സോ എന്നിട്ട് ഓനെ പിടിച്ചിട്ട് ഒരു ഇലക്ട്രോണിനെ നീക്കം ചെയ്യുന്നത് സമ്മതിക്കോ? ഉണ്ടാവില്ല. സോ അതുകൊണ്ട് ഹാലജൻ ആണ് നമ്മൾ കൂടുതൽ എനർജി കൊടുക്കുന്നത്. എന്തിനുമായിട്ട്? ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനായിട്ട്. സോ അങ്ങനെ മക്കളെ ഓപ്ഷൻ ഏതായിരിക്കും? എ എന്ന് പറഞ്ഞ എലമെൻറ്റിനായിരിക്കും അയോണിക ഊർജം കൂടുതൽ. റെഡിയാണോ? റൈറ്റ് ദ കെമിക്കൽ ഫോർമുല കോമ്പൗണ്ട് ഫോംഡ് ബൈ എ ആൻഡ് ഡി. അതായത് മലയാളം വിളിക്കാർ നോക്കിക്കോ, ഒരു രാസസൂത്രം എഴുതുക. എ എന്ന് പറഞ്ഞ മൂലകവും ഡി എന്ന് പറഞ്ഞ മൂലകവും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന രാസസൂത്രം വ്യക്തമാക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെഡിയാണോ? അപ്പോൾ എ എന്ന് പറഞ്ഞ എലമെന്റ് എടുത്തു കേട്ടോ. ഞാൻ കാണിച്ചതാ. എ എന്ന് പറഞ്ഞ എലമെന്റ് എടുത്തു, ഡി എന്ന് പറഞ്ഞ എലമെന്റ് എടുത്തു. ഓക്കെ, എ എന്ന് പറഞ്ഞ എലമെന്റ് എടുത്തു. ഞാൻ ഇവിടെ ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുതരാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. എടാ എ എന്ന് പറഞ്ഞ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 17. മക്കളെ കോൺഫിഗറേഷൻ ഇംഗ്ലീഷ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയടാ 2, 8, 1. റെഡിയാണോ? എടാ ഡി എന്ന് പറഞ്ഞ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എത്രടാ? 20. അപ്പോൾ എൻ്റെ കോൺഫിഗറേഷൻ പറയടാ 2, 8, 8, 2. എടാ ഇതിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ 1 ആണ്. ഇതിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ എത്രടാ? 2 ആണ്. സോ എൻ്റെ അടിയിൽ 1 ഇടുക, ഡിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക? 2 ഇടുക. ഓക്കെ, ഇങ്ങനെ കെമിക്കൽ ഫോർമുല കണ്ടെത്തുക. എടാ ബാലൻസ് ഇലക്ട്രോൺ 1 ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും അതിൻ്റെ അടിയിൽ എഴുതുക. ബാലൻസ് ഇലക്ട്രോൺ 2 ആണ്, അത് തന്നെയാണ് എഴുതുക. 3 ആണ്, അത് തന്നെ. 4 ആണ്, അത് തന്നെ. പക്ഷെ 5 ആണ് നമ്മൾ എന്ത് ചെയ്യണടാ? 8-ൽ നിന്ന് 5 മൈനസ് ചെയ്തിട്ടാണ് എഴുതാൻ. മനസ്സിലായോ? 6 ആണെങ്കിൽ നമ്മൾ ബാലൻസ് ഇങ്ങനെ കണ്ടെത്തുക. 8-ൽ നിന്ന് 6 മൈനസ് ചെയ്യുക. എ ആണെങ്കിൽ ബാലൻസ് ഇലക്ട്രോൺ എ ആണെങ്കിൽ 8-ൽ നിന്ന് 7 മൈനസ് ചെയ്തിട്ടാണ് ബാലൻസ് കണ്ടെത്തുക. അതായത് ബാലൻസ് ഈ താഴെ ഇത് ഈ 1ഉം 2 ഒക്കെ എന്താണ് ആക്ച്വലി വാലൻസ് ഇലക്ട്രോൺ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടെത്താണ്? ബാലൻസ് കണ്ടെത്താണ്. മക്കളെ ഇവിടെ ബാലൻസ് ഇലക്ട്രോൺ 1 ആണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് എത്ര? 1 തന്നെയാണ്. ഇനി മക്കളെ ഇവിടുത്തെ വാലൻസ് ഇലക്ട്രോൺ 2 ആണ്. അപ്പോൾ വാലൻസ് എത്രടാ? 2 തന്നെയാണ്, കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യുന്നോടാ? ഈ വാലൻസുകൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്തോടാ? എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടടാ? AD2. റെഡിയാണോ? AD2. റെഡിയാണോ? നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. റെഡിയാണോ? എടാ ഇവിടെ മെറ്റാലിക് ക്യാരക്ടർ എപ്പോഴും ഞാൻ ഇവിടെ എഴുതി തരാം കേട്ടോ. മെറ്റാലിക് ക്യാരക്ടർ അഥവാ മെറ്റൽ സ്വഭാവം മെറ്റാലിക് ക്യാരക്ടർ അഥവാ മെറ്റാലിക് സ്വഭാവം ഏറ്റവും കൂടുതൽ മക്കളെ എവിടെ നിന്നായിരിക്കൂടാ? ഗ്രൂപ്പ് 1-ൽ നിന്ന് അങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. റെഡിയാണോ? ഗ്രൂപ്പ് 1-ലേക്ക് കൂടുതൽ പിന്നെ അങ്ങനെ കുറഞ്ഞ് വരും.
റെഡിയാണോ? ഈ മക്കളെ അയോണൈസേഷൻ എനർജി അഥവാ അയോണൈസേഷൻ എന്താൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. എടാ അയോണൈസേഷൻ എന്താൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. അതായത് അയോണിക ഊർജവും ഇലക്ട്രോൺ ഗെയിൻ ഊർജം. റെഡിയാണോ? അയോണിക ഊർജവും ഇലക്ട്രോൺ ആർജിത ഊർജവും മക്കളെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കടാ? ഗ്രൂപ്പ് 17 അല്ലേ? അപ്പൊ ഗ്രൂപ്പ് 17 പിന്നെ ആർക്കായിരിക്കടാ? ഗ്രൂപ്പ് 16 പിന്നെ അങ്ങനെ പോകും. റെഡിയാണോ? മനസ്സിലായോടാ? പിന്നെ അങ്ങനെ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് 17 പിന്നെ ഗ്രൂപ്പ് 16 പിന്നെ 15 അങ്ങനെ പോകും. ഇനി മക്കൾ നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാ ചോദിച്ചു? എടാ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണതാ മക്കളെ ഏതായിരിക്കടാ? യെസ്, ആർക്കായിരിക്കും? എടാ ഗ്രൂപ്പ് 17 പിന്നെ ഗ്രൂപ്പ് 16 പിന്നെ അങ്ങനെ കുറഞ്ഞല്ലേ അവിടുന്ന് കൂടിയിട്ട് ഇങ്ങനെ കുറഞ്ഞ അവസാനം അങ്ങോട്ടത്തോടാ ഗ്രൂപ്പ് 1 കുറഞ്ഞ എന്തായിരിക്കും? ഇലക്ട്രോനെഗറ്റിവിറ്റി ആയിരിക്കും. റെഡിയാണോ? അപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ, അയോണിക് ഊർജം, ഇലക്ട്രോൺ ഗെയിൻ ഊർജം, ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇനി സൈസും കൂടി പറഞ്ഞുതരാം കേട്ടോ ഞാൻ. ഓക്കെ, സൈസ്. റെഡിയാണോ മക്കളെ? സൈസ് ഇവിടെ എങ്ങനെയാണ്? ഈ ഗ്രൂപ്പ് 1 മുതൽ ഗ്രൂപ്പ് 18 വരെ നോക്കി കഴിഞ്ഞാൽ സൈസ് എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ സൈസ് ആർക്കായിരിക്കും? ഗ്രൂപ്പ് 1 കേട്ടോ. സൈസ് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ഗ്രൂപ്പ് 1. പിന്നെ സൈസ് ഏറ്റവും കൂടുതൽ പിന്നെ ആർക്കാ? ഗ്രൂപ്പ് 2 അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കാ? ഗ്രൂപ്പ് 1. പിന്നെ അതിന് കുറച്ച് ഗ്രൂപ്പ് 2, പിന്നെ ആരാ? ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 14 അങ്ങനെ കുറഞ്ഞ് വരും. ഓക്കെ അല്ലേ? ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ. എടാ വാലൻസ് ഇലക്ട്രോൺ നമ്മൾ കെമിക്കൽ ഫോർമുല കണ്ടെത്താൻ വേണ്ടി നമുക്ക് എന്താ അറിയണം? വാലൻസ് ഇലക്ട്രോൺ അറിയണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയണം? എടാ വാലൻസിയും അറിയണം. എന്താണ്? വാലൻസ് ഇലക്ട്രോണും വാലൻസി അറിയണം. എടാ വാലൻസ് ഇലക്ട്രോൺ 1 ആണെങ്കിൽ വാലൻസി 1, വാലൻസ് ഇലക്ട്രോൺ 2 ആണെങ്കിൽ വാലൻസി 2, വാലൻസ് ഇലക്ട്രോൺ 3 ആണെങ്കിൽ വാലൻസിയും 3, എടാ വാലൻസ് ഇലക്ട്രോൺ 4 ആണെങ്കിൽ വാലൻസിയും 4, എടാ വാലൻസ് ഇലക്ട്രോൺ 5 ആണെങ്കിൽ വാലൻസി എത്ര ആയിരിക്കും? 3 ആയിരിക്കും. 8ൽ നിന്ന് 5 മൈനസ് ചെയ്ത് 3. ഓക്കെ. വാലൻസ് ഇലക്ട്രോൺ 6 ആണെങ്കിൽ മക്കളെ 2 ആയിരിക്കും. വാലൻസ് ഇലക്ട്രോൺ 7 ആണെങ്കിൽ 1, വാലൻസ് ഇലക്ട്രോൺ 8 ആണെങ്കിൽ എത്ര ആയിരിക്കും? വാലൻസി 0 ആയിരിക്കും. റെഡിയാണോ? നിങ്ങൾക്ക് വാലൻസി കിട്ടിയാൽ തന്നെ നിങ്ങൾ അതേമാതിരി പൊട്ടത്തരം കാട്ടിയിട്ട് എഴുതാൻ നിൽക്കരുത്. കാരണം വാലൻസി കിട്ടിക്കഴിഞ്ഞാൽ ആ വാലൻസിയെ പരസ്പരം എന്ത് ചെയ്യണടാ? എക്സ്ചേഞ്ച് അഥവാ ഇന്റർചേഞ്ച് ചെയ്യണം. എങ്കിൽ മാത്രമാണ് എന്ത് കിട്ടടാ? രാസസൂത്രം അഥവാ കെമിക്കൽ ഫോർമുല കിട്ടുകയുള്ളൂ കേട്ടോ. റെഡിയാണോ? അപ്പോൾ ഈ കോൺസെപ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇതൊക്കെ എഴുതിയിരിക്കട്ടോ. ഓക്കെ. വിച്ച് സബ്സെൽ ഈസ് കോമൺ ടു ഓൾ സെൽ? ഏതായിരിക്കും? എസ്. അതായത് തന്നിരിക്കുന്ന SPDF എന്ന് പറഞ്ഞ സബ്സെൽ നോക്കിയിട്ട് എല്ലാത്തിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന പൊതുവെ കാണപ്പെടുന്ന സബ്സെൽ ഏതായിരിക്കും? എസ് സബ്സെൽ കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി സബ്സെൽസ് ആർ ദർ ഇൻ ദി എൽ ഷെല്ല്? ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. റെഡിയാണോ? സോ നോക്കിക്കോ. എടാ n = 1, n = 2, n = 3, n = 4. റെഡിയാണോ മക്കളെ? ഇതെന്താണ്? n എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ കേട്ടോ. എടാ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 1 പറഞ്ഞ ഷെല്ല് ഏത് ഷെല്ലാ? K ഷെല്ല്. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 2 എന്ന് പറഞ്ഞ ഷെല്ല് ഏതാ? L ഷെല്ല്. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 3 എന്ന് പറഞ്ഞ ഏതാണ്? M ഷെല്ല്. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 4 എന്ന് പറഞ്ഞ ഏത് ഷെല്ലാടാ? L ഷെല്ല്. N ഷെല്ല്. അപ്പം KLMN ആയി. എടാ K സെല്ലിൽ ഏതൊക്കെ സബ്സെൽ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് മാത്രമേ ഉള്ളൂ. എടാ L സെല്ലിൽ ഏതൊക്കെ സബ്സെൽ ഉണ്ട്? എസ് ഉണ്ട്, P ഉണ്ട്. എടാ M സെല്ലിൽ ഏതൊക്കെ സബ്സെൽ ഉണ്ട്? എസ് ഉണ്ട്, P ഉണ്ട്, D ഉണ്ട്. എടാ N സെല്ലിൽ ഏതൊക്കെ ഉണ്ടെടാ? എസ്, P, D, F. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ ഹൗ മെനി സബ്ഷെൽസ് ആർ ദർ ഇൻ എൽ ഷെല്ല്? എൽ എന്ന് പറഞ്ഞ ഷെല്ലിൽ ഏതൊക്കെ സബ്ഷെൽ ഉണ്ടടാ? എസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്തുണ്ടാ? P ഉണ്ട്. ഓക്കെ ആണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ആൻഡ് മാംഗനീസ് ഈസ് ആൻ എലമെന്റ് വിച്ച് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ. അതായത് മാംഗനീസ് എന്ന് പറഞ്ഞ മൂലകം വ്യത്യസ്തമായുള്ള ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. റെഡിയാണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് ഇൻ ദ കോമ്പൗണ്ട് MnO2. അതായത് മാംഗനീസിൻ്റെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കുക. ഏത് സംയുക്തത്തിൽ നിന്നും? MnO2 എന്ന് പറഞ്ഞ മാംഗനീസ് ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ സംയുക്തത്തിൽ നിന്നും നമുക്ക് എന്ത് കണ്ടെത്തണം? മാംഗനീസിൻ്റെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തണം. പറഞ്ഞു തരാം കേട്ടോ. അതിന് ചെറിയ കാര്യം മനസ്സിലാക്കുക. കുറച്ച് എലമെൻസിൻ്റെ ഓക്സീകരണാവസ്ഥ നമ്മൾ ബൈഹാർട്ട് ചെയ്യുക. ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥ -2 ആണ്, ക്ലോറിൻ്റെ -1 ആണ്, പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ +1 ആണെന്ന് ബൈഹാർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പൊട്ടാസ്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് ചൊല്ലി +1 ആണ് ബൈഹാർട്ട് ചെയ്ത് ചൊല്ലി. പിന്നെ ഒരാൾ ഉണ്ടാവുമല്ലോടാ ഹൈഡ്രജൻ, ക്ലോറിൻ, ഓക്സിജൻ, പൊട്ടാസ്യം.
പിന്നെ ബെർലിയം അല്ലെങ്കിൽ മെഗ്നീഷ്യം എന്ന് ചോദിക്കും കേട്ടോ. ആരെങ്കിലും ഒരാളാണെങ്കിൽ മക്കൾ ഓരൊക്കെ എന്താണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇനി MnO2 മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോമ്പൗണ്ടിൽ അതിൻ്റെ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. മാംഗനീസ് നമുക്ക് അറിയോ ഇല്ല, അതല്ല കണ്ടെത്തുന്നത്. അപ്പോൾ X ഇട്ട് കൊടുക്കുക +2 ഇൻറ്റു എന്താടാ -2 = 0. അപ്പോൾ X +2 ഇൻറ്റു -2 എത്രടാ -4 = 0. ഓക്കെ, എടാ പ്ലസും മൈനസും മൈനസ് ആണ്. X -4 = 0. എടാ -4 അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ +4. അപ്പോൾ X = എന്ത് കിട്ടൂടാ +4. റെഡിയാണോ? അപ്പോൾ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടെത്തി എത്രടാ +4 ആണ്. റെഡിയാണോ? യെസ്. ക്വസ്റ്റ്യൻ തന്നെ അവിടെ പറയുന്നത് ഓക്സിജൻ -2 ആണ്. ചില ക്വസ്റ്റ്യൻ നമ്മൾ തരലില്ല കേട്ടോ. റൈറ്റ് എനി വൺ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദിസ് ബ്ലോക്ക് വിച്ച് മാംഗനീസ് ഇൻക്ലൂഡ്. മാംഗനീസ് മക്കളെ ഏത് ബ്ലോക്കിലെ കാണപ്പെടാ? നിങ്ങൾ അറിയില്ലെങ്കിൽ മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ പഠിച്ചേക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എടാ കോഡ് ഉണ്ട് കേട്ടോ ഡി ബ്ലോക്ക് നമുക്ക് പഠിക്കാനുള്ളത്. സ്കൂട്ടി വിക്രമൻ ഫിക്കു നിക്കൂസൺ. സ്കൂട്ടി വിക്രമൻ ഫിക്കു നിക്കൂസൺ. എന്താണ്? സ്കൂട്ടി വിക്രമൻ ഫിക്കുനിക്കൂസൺ. റെഡിയാണോ? എടാ സ്കൂട്ടി അഥവാ സ്കാൻഡിയം 21 അറ്റോമിക് നമ്പർ, ടൈറ്റാനിയം 22, വനേഡിയം 23, ക്രോമിയം 24, മാംഗനീസ് മക്കളെ 25, മക്കളെ അയൺ 26, മക്കളെ കൊബാൾട്ട് 27, നിക്കൽ 28, കോപ്പർ 29, സിങ്ക് എന്താണ് 30. അപ്പോൾ സ്കൂട്ടി വിക്രമനെ ഓർത്താൽ മതി. ഓക്കെ, സ്കൂട്ടി വിക്രമനെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 21 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് 30 വരെ എൻ്റെയും. ഇത് തന്നെയാണ് ചോദിച്ചോളൂ, ഞാൻ ഗ്യാരണ്ടി തരാം. വേറെ ചോദിച്ചോളൂ കേട്ടോ. നമുക്ക് പഠിച്ചാൽ അത് ഓക്കെ അല്ലേ? +2 നമുക്ക് പഠിച്ചാണ്ട് 10ാം ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഇത്ര പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്കൂട്ടി വിക്രമൻ ഫിക്കു നിക്കൂസൻ ഓർത്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് മാംഗനീസ് എത്ര വരുന്നത് 25. എടാ മാംഗനീസ് 25 സമയത്ത് അതിൻ്റെ കോൺഫിഗറേഷൻ ഇതൊക്കെ 1s2 2s2 2p6 3s2 3p6 4s2 3d5. റെഡിയാണോ? ഇതാണ് മാംഗനീസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിൽ തന്നെ ക്രോമിയം നമ്മൾ എങ്ങനെ ചെയ്താ 1s2 2s2 2p6 3s2 3p6 4s1 3d5. റെഡിയാണോ? അത് എക്സെപ്ഷൻ ഓഫ് ക്രോമിയത്തിൻ്റെ കേസാണ്. ഇനി കോപ്പർ നമ്മൾ എങ്ങനെ ചെയ്താൽ പറയണം മക്കളെ 1s2 2s2 2p6 3s2 3p6 4s1 3d10. റെഡിയാണോ? എടാ സിങ്ക് നമ്മൾ എങ്ങനെ ചെയ്താൽ പറയടാ 1s2 2s2 2p6 3s2 3p6 4s2 3d10. റെഡിയാണോ? ഈ 4 ആളുകൾ നിങ്ങൾ എന്താ ചെയ്യുക ബൈഹാർട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് തെറ്റുന്നത് ആരാണ്? എത്ര പറഞ്ഞു കൊടുത്താലും പിന്നെയും കുട്ടികൾ കൊണ്ടുപോയി തെറ്റിച്ച സാധനമാണ് ക്രോമിയവും കോപ്പറിന് ഇലക്ട്രോണിക് കോൺഫിഗർ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക ഇത് എഴുതി വെക്കണം കേട്ടോ. റെഡിയാണോ? അപ്പോൾ റൈറ്റ്. അപ്പോൾ ഇത് ഏത് ബ്ലോക്ക് നമുക്ക് മനസ്സിലായി? മാംഗനീസ് അവസാനം എൻ്റെ D ആണ്. അപ്പോൾ ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്ക്. ഡി ബ്ലോക്കിൻ്റെ ഏതെങ്കിലും ഒരു സ്വഭാവമാണ്, അതായത് മാംഗനീസ് കാണപ്പെടുന്ന മൂലകം മാംഗനീസ് എന്ന് പറഞ്ഞ മൂലകം കാണപ്പെടുന്ന ബ്ലോക്ക് അഥവാ ആ ബ്ലോക്കിൻ്റെ ഒരു സവിശേഷത അഥവാ ഒരു പ്രോപ്പർട്ടി എഴുതാനാണ് മക്കളെ. ഡി ബ്ലോക്ക് എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ട്? ഒരു കംപ്ലീറ്റ് മെറ്റൽസ് ആയിരിക്കും. അവരെന്ത് കാണിക്കൂടാ? നിറം അഥവാ കളർ കാണിക്കും. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓക്സീകരണ അവസ്ഥയാണ് മക്കളെ. അവരെന്താടാ D5 അഥവാ D10 കോൺഫിഗറേഷൻ എന്താണ്? ഹൈലി സ്റ്റേബിൾ അഥവാ സ്ഥിരത കൈവരിച്ചവരാണ്. ഇങ്ങനെയൊക്കെ എഴുതി കൂടെ നമുക്ക് ഏതെങ്കിലുമൊക്കെ 2 പ്രോപ്പർട്ടി എഴുതി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അതിൽ തന്നെ ഞാനിപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് മക്കളെ. എല്ലാ ഡി ബ്ലോക്ക് എലമെൻസുകളും ട്രാൻസിഷൻ മൂലകം അഥവാ ട്രാൻസിഷൻ എലമെൻസ് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കൂടാ? ശരിയാണോ തെറ്റാണോ? ഓൾ ഡി ബ്ലോക്ക് എലമെൻസ് ആർ ട്രാൻസിഷൻ എലമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ തെറ്റായിരിക്കും? അത് എല്ലാ ഡി ബ്ലോക്ക് എലമെൻറ്റുകളും ട്രാൻസിഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ നോട്ട് ട്രാൻസിഷൻ എലമെൻറ്റ്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം ബിക്കോസ് ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് സിങ്ക് കാഡ്മിയം മെർക്കുറി. അതായത് എല്ലാ ഡി ബ്ലോക്ക് മൂലകങ്ങളും എന്തല്ലടാ സംക്രമണം അഥവാ ട്രാൻസിഷൻ മൂലകങ്ങളല്ല. കാരണം സിങ്ക് കാഡ്മിയം മെർക്കുറി പോലെയുള്ള മൂലകങ്ങൾ എന്തല്ലടാ ട്രാൻസിഷൻ അല്ല. കാരണം എന്താണടാ?
ട്രാൻസിഷൻ എലമെന്റ്സുകളൊക്കെ എന്ത് കാണിക്കൂടാ? നിറം കാണിക്കും, കളർ കാണിക്കും. പക്ഷേ സിങ്ക്, കാഡ്മിയം, മെർക്കുറി പോലെയുള്ള ലോഹങ്ങള്, എലമെന്റ്സ് അഥവാ മെറ്റൽസുകള്, മൂലകങ്ങളെ എന്ത് കാണിക്കൂലടാ? നിറം കാണിക്കൂല, കളർ കാണിക്കൂല. കാരണം എന്തുകൊണ്ടാണടാ? അവരുടെയൊക്കെ എടാ സിങ്ക്, കാഡ്മിയം, മെർക്കുറി പോലെയുള്ള മൂലകങ്ങൾ അഥവാ എലമെന്റ്സിന്റെ അവസാന ഷെല്ല് അഥവാ ബാഹ്യ ഷെല്ല് അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഡി കംപ്ലീറ്റ്ലി ഫില്ലഡ് ആണ്. ഡി ഫുള്ളി ഫില്ലഡ് ആയവർ എന്ത് കാണിക്കൂലടാ? നിറം കാണിക്കൂല. സോ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്തല്ലടാ? സംക്രമണം അഥവാ ട്രാൻസിഷൻ മൂലകങ്ങളല്ല. ട്രാൻസിഷൻ മൂലകങ്ങൾ എന്ത് കാണിക്കൂടാ? നിറം കാണിക്കുന്നവരായിരിക്കണം ട്രാൻസിഷൻ മൂലകങ്ങള്. പക്ഷെ സിങ്ക്, കാഡ്മിയം കംപ്ലീറ്റ്ലി ഡി ഫില്ലഡ് ആയതുകൊണ്ട് തന്നെ അവരെന്ത് കാണിക്കൂലടാ? നിറം അഥവാ കളേർഡ് നേച്ചർ കാണിക്കൂല. സോ അവരെ ഏത് കാറ്റഗറി പറയടാ? അവര് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. എന്താടാ? സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. റെഡിയാണോ മക്കൾ? മനസ്സിലായടാ? എന്താടാ? സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എന്ത് പറയടാ? അന്ധ സംക്രമണ മൂലകങ്ങൾ. അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എല്ലാ ഡി ബ്ലോക്ക് മൂലകങ്ങളും എന്തല്ലടാ? ട്രാൻസിഷൻ അല്ല. പക്ഷെ നമുക്ക് തിരിച്ചു പറഞ്ഞൂടെ? എല്ലാ ട്രാൻസിഷൻ എലമെന്റ്സും എന്താണടാ? ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് എന്ന് പറഞ്ഞൂടെടാ? പറഞ്ഞൂടെ? എല്ലാ സംക്രമണ മൂലകങ്ങളും ഡി ബ്ലോക്ക് ആണ്. ഇപ്പൊ സിങ്ക്, കാഡ്മിയം സംക്രമണം അല്ലെങ്കിൽ പോലും മക്കളെ അവരൊരു ഡി ബ്ലോക്ക് അല്ലടാ. അവർ ഡി ബ്ലോക്ക് അല്ലേ? കാരണം 3 മുതൽ 12 വരെ ഗ്രൂപ്പിലല്ലടാ കാണപ്പെടുക. കാരണം ഡി ബ്ലോക്ക് ഏത് ഗ്രൂപ്പിലാണ് കാണപ്പെടാ? 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലാണ് ആര് കാണപ്പെടാ? ഡി ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുക. റെഡിയാണോ? സോ അതുകൊണ്ട് മക്കളെ ഇവിടെ ജസ്റ്റ് പറഞ്ഞ സമയത്ത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ജസ്റ്റ് നോക്കിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ. അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് ഈസ് 11. വൈറ്റ് സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ്. റെഡിയാണോ? അറ്റോമിക് നമ്പർ 11 ആണ്. സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസം മക്കളെ പറയടാ. 1s2 2s2 2p6 3s1. റെഡിയാണോ? വൈറ്റ് ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മക്കളെ അറ്റോമിക് നമ്പർ 11 ആണ്. മക്കളെ ഏത് ഗ്രൂപ്പാടാ? ഇവിടെ പറയാം, പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ ബോക്സൊക്കെ. അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചാലും പറഞ്ഞുകൂടാ. ഏതായിരിക്കടാ? 1ാം ഗ്രൂപ്പാണ് കേട്ടോ. 1ാം ഗ്രൂപ്പിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര ആയിരിക്കടാ? +1 അല്ലേ? 11 വന്നു അല്ലേ? ഗ്രൂപ്പ് ഏതാണ്? 1ാം ഗ്രൂപ്പ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്? +1. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, ഇവിടെ എഴുതി തന്ന എലമെന്റ്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു പോകണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യും? ആ പരീക്ഷകളിൽ അങ്ങനെ ഇരിക്കേണ്ടി വരും. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. The atomic number of iron is 26. ആയിക്കോട്ടെ, നമ്മൾ സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസം ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ഇതിക്കോടി 1s2 2s2 2p6 3s2 3p6 4s2 3d6. ആയിക്കോട്ടെ, ശരിയാണ്. റൈറ്റ് ദ പീരിയഡ് നമ്പർ ആൻഡ് ഗ്രൂപ്പ് നമ്പർ ഓഫ് അയൺ. ഇത് ഏതാണ് ഗ്രൂപ്പ് നമ്പർ പീരിയഡ് നമ്പർ കണ്ടെത്താൻ വെച്ചിട്ടുള്ളത്? പീരിയഡ് നമ്പർ എത്രടാ? 4 ആണ്. ഗ്രൂപ്പ് നമ്പർ എത്ര? എസിന്റെ ഇലക്ട്രോൺ പ്ലസ് ഡിന്റെ ഇലക്ട്രോൺ 2 + 6 എത്ര ആയിക്കോട്ടെ? 8. അപ്പൊ ഗ്രൂപ്പ് നമ്പർ 8 കിട്ടി. വൈ ദ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe2+ അയോൺ. ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആദ്യം ആ Fe, യഥാർത്ഥത്തിലുള്ള Feയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം എഴുതിയേക്കാം. പറഞ്ഞുതരാം. അത് എഴുതിയേക്കാം. 1s2 2s2 2p6 3s2 3p6 4s2 3d6. ആയിക്കോട്ടെ. ഇനി നമുക്ക് എന്ത് കാണണം? Fe+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന് എപ്പോഴാണ് പോസിറ്റീവ് കിട്ടുക? ഓൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ നമുക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുക. ഇലക്ട്രോൺ സ്വീകരിച്ചവർക്ക് എന്താ കിട്ടുക? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഇവിടെ എത്ര പോസിറ്റീവാ? 2 പോസിറ്റീവാ. 2 പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അയണിൻ്റെ ഇലക്ട്രോണിക് സബ്സെൽ കോൺഫിഗറേഷനിൽ നിന്നും 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഓനക്ക് എന്ത് ചാർജ് കിട്ടിയത്? +2. അങ്ങനെ വേണം ചിന്തിച്ചാൽ. പോസിറ്റീവ് എപ്പോഴാണ് കിട്ടുക? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന സമയത്ത്. അയണിൻ്റെ അറ്റോമിക് നമ്പർ ഒറിജിനലി എത്ര? 26 ആണ്. അതിൽ നിന്ന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അയണിന് എന്ത് ചാർജ് കിട്ടിയത്? +2 ചാർജ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? അങ്ങനെയാണെങ്കിൽ അയണിൻ്റെ മണ്ടയിലുള്ള +2 കോൺഫിഗറേഷൻ കിട്ടുന്ന ആ സമയത്ത് അതിനുണ്ടാവുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിക്കുന്നത്. +2 ആയപ്പോൾ ഉണ്ടാവുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 2 അല്ലേ ഒറിജിനൽ കോൺഫിഗറേഷനിൽ നിന്നും +2 എഴുതാൻ വേണ്ടി എന്ത് ചെയ്യുക? ഒറിജിനൽ കോൺഫിഗറേഷനിൽ നിന്നും 2 ഇലക്ട്രോൺ കളഞ്ഞാൽ മതി. ഇവിടെ 3 ആണെങ്കിൽ 3 ഇലക്ട്രോൺ കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ ആദ്യം എവിടെ നിന്ന് കളയണോ? 4s എന്ന് വേണം കളയാൻ. അത് എവിടെയെങ്കിലും നോട്ട് ചെയ്തോളി. വണ്ടി പോയിട്ട് 3D പോയിട്ട് എന്തെങ്കിലും 2 ഇലക്ട്രോൺ കളയും. അത് തെറ്റാണ്.
പൊട്ടത്തരാണ് കേട്ടോ അത്. സോ ആദ്യം എവിടുന്ന് കൊണ്ടേ കളയടാ, എസ്സിൽ നിന്ന്, അതായത് 4s നിന്നാണ് 2 ഇലക്ട്രോൺ കൊണ്ട് കളയുക. സോ അപ്പോൾ 4s നിന്ന് 2 ഇലക്ട്രോൺ കൊണ്ട് കളഞ്ഞു. 4s നിന്ന് 2 എണ്ണം പോയി അല്ലേ, 4s നിന്ന് ആകപ്പാട് 2 ഇലക്ട്രോൺ ഉള്ളൂ, 2 ഇലക്ട്രോൺ പോയി. പിന്നെ മക്കളെ ബാക്കി അതേമാതിരി എടുത്ത് ചെയ്താൽ 1s2 2s2 2p6 3s2 3p6 3d6 അതേമാതിരി ഒരു മാറ്റം വരുത്തണ്ട. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് കേട്ടോ. The atomic number of chromium is 24. Okay, write the subshell electronic configuration of chromium. Give reason for the peculiarities ഉണ്ട് കേട്ടോ. Peculiarities. Give reason for the peculiarities of electronic configuration of chromium. മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 അങ്ങനെയാണെങ്കിൽ മക്കളെ അതിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതുക. അതായത് തന്നെ അതിൻ്റെ അതായത് എന്തുകൊണ്ടാണ് അതിനൊരു പ്രത്യേകത ഉണ്ട്, റീസൺ ഉണ്ട് കേട്ടോ. ആ റീസൺ എന്താണ് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. റെഡിയാണോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്രോമിയം മക്കളെ അറ്റോമിക് നമ്പർ എത്രടാ? 24. കോൺഫിഗറേഷൻ പറയടാ. S1s2 2s2 2p6 3s2 3p6 4s1 3d5. റെഡിയാണോ? അപ്പോൾ നമ്മുടെ ചോദിക്കുന്നത് 4s2 കഴിഞ്ഞിട്ട് 3d4 അല്ല ശരിക്കും എഴുതേണ്ടതെന്ന് ചോദിക്കും. അതാണ് റീസൺ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അപ്പോൾ എങ്ങനെ എഴുതിയത്? 4s1 3d5 ആണ് എഴുതിയത്. കാരണം എന്തുകൊണ്ടാണ്? റീസൺ എന്താ? ഒരൊറ്റ റീസൺ ഉള്ളൂ അവിടെ. എന്താണ് കാരണം? ഡി എന്ന് പറഞ്ഞ ഈ ഒരു സബ് ഷെല്ല് മക്കളെ ഒന്നിൽ ഫുള്ളി ഫിൽഡ് ആവണം, അല്ല എന്താണ് ഹാഫ് ഫിൽഡ് ആവണം കഴിഞ്ഞാൽ മാത്രം എന്തുള്ളൂടാ സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരത കൈവരിക്കുള്ളൂ. അപ്പോൾ അതാണ് ആ റീസൺ ആക്കി നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. റെഡിയാണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് ബ്ലോക്ക് ഡസ് ദ ക്രോമിയം ബിലോങ്സ്? എടാ അവസാനം ഏത് എൻ്റെ ഡി ആയതുകൊണ്ട് തന്നെ ഏത് ബ്ലോക്കിലാണ് ക്രോമിയം കാണപ്പെടുക? ഡി ബ്ലോക്കിലാണ് കാണപ്പെടുക കേട്ടോ. റെഡിയാണോ? നെക്സ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ ബിലോ. തന്നിരിക്കുന്ന മൂലകം ചില PQRS എന്ന് പറയുന്ന മൂലകമുണ്ട്. ആ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് അറ്റോമിക് നമ്പർ ഓഫ് ക്യൂനി എന്ന് പറഞ്ഞ മൂലകത്തിന് അറ്റോമിക് നമ്പർ ഏതാണ്? നിയോൺ എന്ന് പറഞ്ഞ എത്രയാണ് അറ്റോമിക് നമ്പർ? എത്ര? 10. 10ക്ക് 2 കൂട്ടി കഴിഞ്ഞാൽ 12, 12 കൂടെ 4 കൂട്ടി കഴിഞ്ഞാൽ 16. അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? 16. എടാ ടു വിച്ച് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്? എടാ നെഗറ്റീവ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ഏത് ഗ്രൂപ്പിനാടാ? യെസ്, 17ാമത്തെ ഗ്രൂപ്പിനാണ്. 17ാമത്തെ ഗ്രൂപ്പിന് 2 എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ പഠിച്ചേക്കാൻ വേണ്ടി പറഞ്ഞു. യെസ്, ഒന്നേതാടാ ഫ്ലൂറിനും ഒന്നേതാടാ ക്ലോറിനും അല്ലേ. ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ എത്രടാ? പറയടാ എത്രയായിരിക്കും? എത്ര? 9. ക്ലോറിൻ എത്ര ആയിരിക്കടാ? 17 അല്ലേ. ക്ലോറിൻ 17ഉം ഫ്ലൂറിൻ എത്രടാ? 9. റെഡിയാണോ? സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കോ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് നോക്കിക്കോ. ഇവിടെ ഹീലിയം 2 ആണ്. 2ക്ക് 5 എത്ര? 7 8 9. സോ ഇവിടെ എത്രടാ? 9 ആയിക്കോട്ടെ. ആർഗണ് 18 ആണ്. സോ 18ഉം പിന്നെ 7ഉം 2ഉം ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 27 കേട്ടോ അറ്റോമിക് നമ്പർ. ഇതിന് എത്രടാ? 19 കിട്ടുക. ആർഗൺ 18 ആണ്. അതിക്ക് ഒരു ഇലക്ട്രോൺ അല്ല ഉണ്ടാവുക 19. സോ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആരാണ്? 9 അല്ലേ. കാരണം ഫ്ലൂറിൻ 9 ആണ് പറഞ്ഞു. കാരണം ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. അതുപോലെ ഏത് ഗ്രൂപ്പാണ് ഇടാ? 17ാമത്തെ ഗ്രൂപ്പാണ്. സോ 17ാമത്തെ ഗ്രൂപ്പിന് ഇലക്ട്രോ നെഗറ്റീവ് ഏറ്റവും കൂടുതൽ. സോ ഏതായിരിക്കും ഓപ്ഷൻ? പി ആണടാ റൈറ്റ് ആൻസർ. റെഡിയാണോ? പി. ഓക്കെ, പി എന്ന് പറയുന്ന എലമെന്റ് കേട്ടോ. വിച്ച് എലമെന്റ് ആസ് ഹൈ മെറ്റാലിക് നാച്ചർ? എടാ മെറ്റാലിക് നാച്ചർ ഏറ്റവും കൂടുതൽ ആർക്കാ? ഗ്രൂപ്പ് 1 പിന്നെ ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 1 ഞാൻ ഏതൊക്കെ എലമെന്റ്സ് കൊണ്ട് പഠിച്ചേക്കാൻ പറഞ്ഞത്? ലിഥിയവും സോഡിയവും പൊട്ടാസ്യവും അല്ലേ. ലിഥിയത്തിന് അറ്റോമിക് നമ്പർ എത്രടാ? എത്ര? 3. സോഡിയം എത്രടാ? 11. പിന്നെ പൊട്ടാസ്യം എത്രടാ? 19. സോ അങ്ങനെയല്ല ആരെങ്കിലും ഒക്കെ ഉണ്ടോടാ? 19 ഉള്ള ഒരാളുണ്ടല്ലോ. ഇല്ലടാ, 19 വരുന്ന ഒരാളില്ലേ മക്കളെ? ജസ്റ്റ് എഴുതിക്കുന്നത് 16. ഓക്കെ, 19 വരുന്ന ആളില്ലേ? അതാരാടാ? എസ് അല്ലേ. സോ എസ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ മെറ്റാലിക് നേച്ചർ ഉണ്ടാവുക. അതായത് കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് Q ആൻഡ് S. Q എന്ന് പറഞ്ഞ ചെറുക്കൻ്റെയും എസിൻ്റെയും അല്ലേ കോൺഫിഗറേഷൻ ഏതാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ ക്യൂവിൻ്റെ അറ്റോമിക് നമ്പർ എത്രടാ? 16 ആണ്. എസിൻ്റെ എത്രടാ? 19 ആണ്. അപ്പോൾ 2 8 6. റെഡിയാണോ? എസിൻ്റെ എത്രടാ? 2 8 8 1. റെഡിയാണോ? എടാ ഇതിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ 6 ആണ്. അപ്പോൾ മക്കളെ ക്യൂവിൻ്റെ ബാലൻസ് അപ്പോൾ എത്ര വരുടാ? 2 വരും. എസിൻ്റെ ബാലൻസ് എത്ര വരുടാ? 1 വരും. കാരണം ബാലൻസ് ഇലക്ട്രോൺ 1 ആണ്. ഈ ബാലൻസ് ഇത്ര 1 തന്നെ. ജസ്റ്റ് എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടുടാ? QS2 എന്ന് കിട്ടും. റെഡിയാണോടാ? റെഡിയാണോ? ഐഡിയ കിട്ടിയോ? അപ്പോൾ മക്കളെ ഇതിൻ്റെ കെമിക്കൽ ഫോർമുല എന്താടാ?
QS2. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. The outermost 3D subshell of metallic ion contain 3 electron. അതായത് മലയാളം മീഡിയത്തിലെ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ സബ്ഷെല്ലിൽ 3D എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ അതിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. റെഡിയാണോ? ഫൈൻഡ് ദ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് മെറ്റാലിക് അയോൺ. അതായത് അവസാനം എന്തുണ്ടടാ 3D ആണ്. അവസാനം എത്രയാണ് 3D. ആ 3 എവിടുന്ന കിട്ടിയ, ആ മേലത്തെ മണ്ടേത്തെ 3 എവിടുന്ന കിട്ടിയത്? അതാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. എത്ര? 3 ഇലക്ട്രോൺ കണ്ടെയ്ൻ ചെയ്തു. ആ D3D എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എങ്ങനെ എഴുതും? 1s2 2s2 2p6 3s2 3p6 4s2 3d3. റെഡിയാണോ? സംഭവം കഴിഞ്ഞില്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. വിച്ച് ബ്ലോക്സ് ദിസ് മെറ്റൽ ബിലോങ്? അവസാനം ഡി അല്ലേ? അപ്പോൾ ഏത് ബ്ലോക്കാണെടാ? ഡി ബ്ലോക്ക്. അവസാനം ഡി ആയതുകൊണ്ട് ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്ക്. ഈ സീൻ്റെ ഉത്തരം എന്താടാ? ദ എലമെന്റ് വിച്ച് ബ്ലോക്ക് ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ബോത്ത് പീരീഡ്സ് ആൻഡ് ഗ്രൂപ്പ്. വൈ? അപ്പോൾ നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. അത് നോക്കിക്കോ. ഇത് എലമെന്റ്സ് ഏത് എലമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. കാരണം ഡി ബ്ലോക്ക് ആണ് മക്കളവിടെ പറഞ്ഞിട്ടുള്ളത്. കാരണം ബി ക്വസ്റ്റ്യൻ ഏതാണ് ബ്ലോക്ക് ചോദിച്ചാൽ അപ്പോൾ ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. സോ അങ്ങനെ ഡി ബ്ലോക്ക് മൂലകങ്ങളെ മക്കളെ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ഏതിലേക്കാണ്? എടാ പീരീഡ്സിലും ഗ്രൂപ്പിലും. മക്കളെ അതെന്താ ഉദ്ദേശിക്കുന്നത് അയച്ചു നോക്ക്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിച്ചും ലാന്തിനോട് കോൺട്രാക്ഷനും ആക്ടിനോട് കോൺട്രാക്ഷനും. ഇപ്പോഴല്ല കേട്ടോ, 10ാം ക്ലാസ് അല്ല, +2 നമ്മൾ പഠിക്കുക. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിക്കും. അവിടെ ലാന്തിനോട് കോൺട്രാക്ഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ലാന്തിനോടും ആക്ടിനോടും കോൺട്രാക്ഷൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് ലാന്തിനോട് കോൺട്രാക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട അവിടെ. 2 സീരീസ് 4Dയും പിന്നെ അതുപോലെ തന്നെ 5D സീരീസും, അതായത് പഠിക്കുന്ന സമയത്ത് 4th സീരീസും പിന്നെ അതുപോലെ തന്നെ 5th സീരീസ് തമ്മിൽ ഉണ്ടാക്കുന്ന സിമിലാരിറ്റി സൈസിൽ ഉണ്ടാക്കുന്ന ചില മാറ്റാണെന്ന് ലാന്തിനോട് കോൺട്രാക്ഷൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ബേസിക് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. അത് കുറച്ച് ലെവൽ കൂട്ടിയ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് മാർക്ക് ചെയ്തോളി മക്കളെ. ദ എലമെന്റ്സ് ഇൻ ദിസ് ബ്ലോക്ക് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വൈ അല്ലേ? അപ്പോൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന് പ്രത്യേകത ഉണ്ട്. മക്കൾക്കൊക്കെ എന്താ വ്യത്യസ്തമായിട്ടുള്ള ഓക്സീകരണ അവസ്ഥയാണ്. കാരണം അവരുടെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസത്തിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം അവർക്ക് എന്താ വ്യത്യസ്തമായിട്ടുള്ള ഓക്സീകരണ അവസ്ഥയാണ് ആർക്ക് കാണിക്കുക? ഡി ബ്ലോക്ക് എലമെന്റ്സിന് കാണിക്കുക കേട്ടോ. മക്കളെ മാക്സ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് ഇൻ എഫ് സബ്ഷെൽ. റെഡിയാണോ? മക്കളെ ഏതൊക്കെ സബ്ഷെൽ ഉണ്ടടാ? എസ്, പി, ഡി, എഫ്. എസ്സിൽ എത്ര ഇലക്ട്രോൺ കൊള്ളടാ? 2 ഇലക്ട്രോണ്. പിയിൽ എത്ര ഇലക്ട്രോൺ കൊള്ളടാ? 6. ടിയിൽ എത്ര കൊള്ളടാ? ഡിയിൽ എത്ര കൊള്ളും? 10. എഫിൽ എത്ര കൊള്ളടാ? 14 ഇലക്ട്രോൺ. സോ ഓപ്ഷൻ ഇതിൽ ഏതുണ്ടടാ? 14 ഇലക്ട്രോൺ കേട്ടോ. റെഡിയാണോ? ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കേട്ടോ മക്കളെ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടാക്കുന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്. ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഇത് വേറെ മോഡൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതല്ല കേട്ടോ. 3D5 ആൻഡ് 4s2. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇലക്ട്രോണിക് നിങ്ങൾക്ക് ഇത് കൂടെ 1s2 2s2 2p6 3s2 3p6 4s2 3d5. റെഡിയാണോ? ഫൈൻഡ് ദ അറ്റോമിക് നമ്പർ. മക്കളെ ടോട്ടൽ എന്താണ് കൂട്ടിയിട്ട് നമുക്ക് എത്ര കിട്ടും? 27 കിട്ടും. എങ്ങനെ കിട്ടുക ഞാൻ കാണിച്ചു തരണോ? 1s2 2s2 2p6 ഇത് 1 ആണ് കേട്ടോ. ഇത് 1 ആണ് കേട്ടോ. 1s2 2s2 2p6 3s2 3p6 4s2 3d5. റെഡിയാണോ? ടോട്ടൽ എത്ര ഉണ്ടാവും? 2 2 6 10 12 16 17 27. ടോട്ടൽ എത്ര ഉണ്ടാവും? 27 ഇലക്ട്രോൺ. അവിടെ 27 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ എത്ര? 27. നെക്സ്റ്റ് ചോദിക്കോ. ഐഡന്റിഫൈ ബ്ലോക്ക് ആൻഡ് പീരീഡ്. അതായത് ഈ ഒരു എലമെന്റ് ഏത് ബ്ലോക്കിലാണ് ഏത് പീരീഡിലാണ്. എടാ ബ്ലോക്ക് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? അവസാനം ഏതാണുള്ളത്? ഡി അല്ലേ? എടാ അവസാനം ഡി ആണ്. അപ്പോൾ ഏത് ബ്ലോക്ക് ആയിരിക്കും? ഡി ബ്ലോക്ക്. റെഡിയാണോ? ഞാൻ അങ്ങനെ ചോദിച്ചു പീരീഡ് നമ്പർ. എടാ പീരീഡ് നമ്പറുകൾ കണ്ണും പൂട്ടി ഉത്തരവിക്കോ. ഡി ബ്ലോക്ക് ആണെങ്കിൽ പീരീഡ് നമ്പർ എത്ര ആയിരിക്കും? 4. അത് എന്തായിക്കോട്ടെ, ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, 10ാം ക്ലാസ്സിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഡി ബ്ലോക്ക് ആണെങ്കിൽ മക്കൾ അതിൻ്റെ പീരീഡ് നമ്പർ എത്ര ആയിരിക്കും? എത്ര ആയിരിക്കും? അത് 4 ആയിരിക്കും. മാറ്റല്ല, മാറൂല കേട്ടോ. റെഡിയാണോടാ? ഇപ്പം തന്നെ ശ്രദ്ധിക്കട്ടോ. നെക്സ്റ്റ് ദ എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിജൻ. മക്കളെ പഴയ ക്വസ്റ്റ്യൻ്റെ അതേ ഉത്തരം കേട്ടോ ഇവിടെ ഉള്ളത്. മക്കൾ നെക്സ്റ്റ് ചോദിക്കോ. ദ കെമിക്കൽ ഫോർമുല ഓഫ് 2 ഡിഫറെൻറ്റ് ക്ലോറൈഡ്സ് ഓഫ് FeR ഗിവൺ ബിലോ. ഓക്കെ, ഒന്ന് FeCl2, ഒന്ന് എന്താണ് FeCl. എത്ര ആയിക്കോട്ടെ, ശരിയാണ്, അതൊക്കെ സമ്മതിച്ചു. ക്ലോറിൻ -1 ആണ്. അയൺ 23. ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. ഇൻ വിച്ച് കോമ്പൗണ്ട് ഷോ Fe ഷോ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Fe എന്താണ്? +2 കാണിക്കണേറ്റ് നോക്കാം. ആദ്യം മക്കളെ FeCl2 നോക്കാം.
അയൺ അറിയോ? ഇല്ല. എക്സ് പ്ലസ് 2 ഇൻറ്റു -1 ഈക്വൽ ടു 0. അപ്പൊ എക്സ് പ്ലസ് 2 ഇൻറ്റു -1 എത്രടാ? -2 ഈക്വൽ ടു 0. അപ്പൊ എക്സ് -2 ഈക്വൽ ടു 0. എടാ -2 സമത്തിന് അപ്പുറത്ത് കഴിഞ്ഞാൽ +2. അപ്പൊ എക്സ് ഈക്വൽ ടു എന്താടാ? +2. ഓക്കെ അല്ലേ? ഇനി FeCl3 എടുത്ത് നോക്കുക. FeCl3 ആണെങ്കിൽ മക്കളെ FeX ഇട്ട് കൊടുക്കുക. എക്സ് പ്ലസ് 3 ഇൻറ്റു -1 ഈക്വൽ ടു 0. അപ്പൊ എക്സ് പ്ലസ് 3 ഇൻറ്റു -1 എത്രടാ? -3 ഈക്വൽ ടു 0. അപ്പൊ എക്സ് -3 ഈക്വൽ ടു 0. -3 അങ്ങോട്ട് കഴിഞ്ഞാൽ +3. അപ്പൊ എക്സ് ഈക്വൽ ടു +3. മക്കളെ FeCl3 എഫിക്ക് എത്ര കിട്ടുക? +3 ആണ്. FeCl2 എഫിക്ക് എത്ര കിട്ടടാ? +2 ആണ്. അങ്ങനെയാണ് മക്കളെ ഇതിൽ ഏതിനായിരിക്കടാ +2 കാണിക്കുക? വെരി ഗുഡ്. ഏതായിരിക്കടാ? FeCl2. റെഡിയാണോ? റെഡിയാണോ മക്കളെ? റൈറ്റ് ദ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe3+. എടാ Fe3+ന്റെ സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസം ഏതാണ് ചോദിച്ചിട്ടുള്ളത്? അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാ Fe എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 26 ആണ്. അങ്ങനെയാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാ? പറയടാ. എന്തായിരിക്കും? 1s2 2s2 2p6 3s2 3p6 4s2 3d6. മക്കളെ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? എടാ 3 ഇലക്ട്രോൺ കളയണം. Fe3+ ആയതുകൊണ്ട് +1 ലോസ് ആണ്. ഇലക്ട്രോൺ ലോസ് ചെയ്യാണ്. 3 ഇലക്ട്രോൺ ലോസ് ചെയ്യണം. മക്കളെ ആദ്യം അവിടെ നിന്ന് കൊണ്ടുപോയി കളയണടാ. ആദ്യം D എന്നാണോ? അല്ലട്ടോ. ആദ്യം S ന്ന് 2 ഇലക്ട്രോൺ കൊണ്ടുപോയി കളഞ്ഞു. ഇനി ബാലൻസ് ഒന്നുകൂടി കളയണം. അത് എവിടെ നിന്ന് കളയണം? നമ്മൾ D ന്ന് കളയണം. സോ അങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പറയടാ. യെസ്, പറഞ്ഞോട്. 1s2 2s2 2p6 3s2 3p6 4s ഉണ്ടോ? ഇല്ല. പിന്നെ ആരാണ്? 3d6 ഉണ്ടോ? ഇല്ല. 3d5 ഉള്ളൂ. റെഡിയാണോ മക്കളെ? വൈ ഡസ് അയൺ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? കാരണം മക്കളെ അയണിന്റെ കോൺഫിഗറേഷൻ തന്നെ ഇവിടെ 26 ആണ്, അവിടെ 26. പക്ഷെ എന്താ ചെയ്യുന്നു? ഇവിടെ 2 ക്ലോറിൻ ആണ്, 3 ക്ലോറിൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് മക്കളെ അയൺ എന്താ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കാരണം കേട്ടോ. റെഡിയാണോ? ദ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് തന്നിട്ടുണ്ട് 1s2 2s2 2p6 3s2. അതായത് ഒരു മൂലകത്തിന്റെ സബ്സ് ഇലക്ട്രോണിക് വിന്യാസം തന്നിട്ടുണ്ട്. എത്രടാ? 1s2 2s2 2p6 3s2. റൈറ്റ് ദ അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ്. ആ മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ എഴുതുക മക്കളെ. 2 4 6 കൂടി 10, ഇവിടെ 2 കൂടി 12. അപ്പൊ മക്കൾ എത്രടാ? 12. മക്കൾ അവസാനം ഏത് ഇതിലാണ്? എൻ്റെ എസ്സിലല്ല. അപ്പോൾ ഏത് ബ്ലോക്കാണ്? എസ് ബ്ലോക്ക്. എടാ പീരീഡ് നമ്പർ എത്ര? എസിൻ്റെ തൊട്ട് സൈഡിലെ നമ്പർ എത്രടാ? 3 ആണ്. അപ്പോൾ അതിൻ്റെ പീരീഡ് നമ്പർ എത്രടാ? 3. ഗ്രൂപ്പ് നമ്പർ എത്ര? എടാ എസ് ബ്ലോക്കാണ് മക്കളെ. ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ വേണ്ടിയിട്ട് എസിൻ്റെ മണ്ടയിലുള്ള ഇലക്ട്രോൺ എത്രയാണോ ഉള്ളത് അത് തന്നെയായിരിക്കും ഗ്രൂപ്പ് നമ്പർ കേട്ടോ. അപ്പോൾ മക്കളെ എസിൻ്റെ മണ്ടയിൽ എത്രടാ? 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എത്രടാ? 2. റെഡിയാണോ? ഗ്രൂപ്പ് നമ്പർ എത്ര? 2 കേട്ടോ. ക്ലിയർ ആണോ? എടാ ഗ്രൂപ്പ് 2നെ പറഞ്ഞ പേരെന്താ അറിയോ? ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. ഗ്രൂപ്പ് 1നെ പറഞ്ഞ പേരെന്താടാ? ആൽക്കലൈൻ മെറ്റൽസ് ഉണ്ടോ? പഠിച്ചു വെച്ചോളൂ. ഓക്കെ. നെക്സ്റ്റ് വെക്കോ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സബ്സ്റ്റൻസ് ഹാസ് ഹയസ്റ്റ് എനർജി? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത അതേ കോൺസെപ്റ്റ്. ഏത് റൂൾ ഉപയോഗിക്കണടാ? N+L റൂൾ ഉപയോഗിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ ആർക്കാണോ ഓൻക്കായിക്കോട്ടെ എനർജി ഏറ്റവും കൂടുതൽ. അതായത് തന്നിരിക്കുന്ന സബ്സ്റ്റലുകൾക്ക് ഊർജം കൂടുതൽ ആർക്കാണ് ചോദിക്കുക. അപ്പോൾ മനസ്സിലാക്കണം N+L റൂൾ ആർക്കാണോ കൂടുതൽ അവർക്കായിരിക്കും എന്ത് കൂടുതലടാ? എനർജി കൂടുതൽ, ഊർജം കൂടുതൽ. റെഡിയാണോ? അപ്പോൾ മക്കളെ ഇവിടെ N+L റൂൾ എടുക്കുക. റെഡിയാണോ? എടാ ഇവിടുത്തെ N എത്ര? ഇവിടുത്തെ N എത്രടാ? 1. ഇതിൻ്റെ N എത്രടാ? 1. ഓക്കെ. ഓക്കെ. ഇതിൻ്റെ N വാല്യൂ എത്രടാ? ഇതിൻ്റെ N വാല്യൂ എത്ര പറയും? ഇതിൻ്റെ N വാല്യൂ എത്ര? 1 പ്ലസ് എസിൻ്റെ എല്ലാം എത്രടാ? 0. 1 + 0 = 1. ഓക്കെ അല്ലേ? 3D എടുത്തു. 3 പ്ലസ് ഡീൻ്റെ L വാല്യൂ എത്രടാ? 2. ഡീൻ്റെ L വാല്യൂ എത്രടാ? 2. റെഡിയാണോ? അപ്പോൾ 3 + 2 എത്രടാ? 5. ഇനി 4s എടുത്തു. 4 പ്ലസ് L വാല്യൂ എത്രടാ? L വാല്യൂ എത്ര? 0. അപ്പോൾ 4 + 0 4. എടാ 3p എടുത്തു. 3 പ്ലസ് പീൻ്റെ L വാല്യൂ എത്ര? 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. മക്കളെ N+L വാല്യൂ ഏറ്റവും കൂടുതൽ ആർക്കടാ? 5 അല്ല. അപ്പോൾ അതാർക്കായിരിക്കടാ? 3D ആണ്. റെഡിയാണോ മക്കളെ? അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് ഈസ് 17. റൈറ്റ് ദ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അതിനെന്താടാ? സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതിക്കോളൂ. 1s2 2s2 2p6 3s2 3p
3p5 റെഡിയാണോ 2 2 6 10 12 5 17 റെഡിയാണോ? സോ നെക്സ്റ്റ് ചോദിക്കോ ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ. എടാ ഇത് ഏത് ബ്ലോക്കാണ് നിങ്ങൾ പറയും? പി ബ്ലോക്ക് ആണ്. എടാ പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഐഡിയ എന്താ? പിന്റെ മണ്ടയിലുള്ള ഇലക്ട്രോണിന്റെ കൂടെ എത്ര കൂട്ടണം? 12 എന്ന് പറഞ്ഞ അക്കം കൂട്ടണം മക്കളെ. ഇവിടുത്തെ പിന്റെ മണ്ടയിലുള്ള ഇലക്ട്രോൺ എത്രടാ? 5. മക്കളെ 12 കൂട്ടുക. അപ്പൊ ടോട്ടൽ ഗ്രൂപ്പ് നമ്പർ നമുക്ക് എത്ര? 17. എടാ അങ്ങനെയാണ്. ഇതിന്റെ പീരീഡ് നമ്പർ എത്രടാ? പിന്റെ സൈഡ് നമ്പർ എത്രടാ? 3. സോ അങ്ങനെയാണ് മക്കൾ അതിന്റെ പീരീഡ് നമ്പർ എത്രടാ? 3 ആണ്. സെറ്റ് ആണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ. അതേ ക്വസ്റ്റ്യൻ ഉണ്ടോ? മറ്റിന് അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാഗ്നീസിന്റെ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ബ്ലോക്ക് ഓഫ് മാഗ്നീസ്. കാരണം മാഗ്നീസ് മക്കളെ 3d5 4s2 അവസാന മക്കളെ എവിടെടാ? ഡി ആണ്. സോ അതുകൊണ്ട് മക്കളെ ഏതാണ്ടാ? അത് ഡി ബ്ലോക്ക് എലമെന്റാ. വിച്ച് കാറ്റഗറി ഓഫ് ദിസ് മാഗ്നീസ് ബിലോങ്സ്? മാഗ്നീസ് ഏത് കാറ്റഗറിയാ? ട്രാൻസിഷൻ എലമെന്റ് അഥവാ ട്രാൻസിഷൻ മൂലകമാണോ? ഹാലജൻ മൂലകമാണോ? നോബിൾ ഗ്യാസ് അഥവാ രസവാതകങ്ങളാണോ? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അഥവാ ലോഹങ്ങളാണോ? മക്കളെ ഡി ബ്ലോക്ക് ആയതുകൊണ്ട് മാഗ്നീസ് ഒരു ഡി ബ്ലോക്ക് ആണ് അല്ലേ? മാഗ്നീസ് ഡി ബ്ലോക്ക് ആയതുകൊണ്ട് ഡി ബ്ലോക്ക് മക്കളെ ഏതായിരിക്കൂടാ? ട്രാൻസിഷൻ എലമെന്റ് അഥവാ സംക്രമണ മൂലകങ്ങളാണ്. സോ മക്കളെ ഏതായിരിക്കൂടാ? സംക്രമണ മൂലകം അഥവാ ട്രാൻസിഷൻ ആയിരിക്കും. ഫൈൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് MnO2 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ ഡിസ്കസ് ചെയ്ത് വൃത്തിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മക്കളെ. എത്ര ആയിരിക്കും നിങ്ങൾ പറയടാ? ഉത്തരം മാത്രം പറയാം. എത്ര ആയിരിക്കും? +4. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടില്ല, നമുക്ക് ചെയ്യാം. ഓക്കെക്കോ. മാഗ്നീസിന്റെ ആദ്യ അറ്റോമിക് നമ്പർ എത്രടാ? 25 ആണ്. ജസ്റ്റ് ചെയ്തേക്കാം. 1s2 2s2 2s2 2p6 3s2 3p6 4s2 3d5 റെഡിയാണോ? ഇത് മാഗ്നീസിന്റെ 25 അറ്റോമിക് നമ്പർ കാണിക്കുന്ന സാധനമാണ്. റെഡിയാണോ? ഇനി മാഗ്നീസ് എന്താണ്? +2 ആണ്. മാഗ്നീസ് എന്താണ്? +2. എടാ +2 എന്ന് പറഞ്ഞാൽ പ്ലസ് എപ്പോഴാണ് കിട്ടുക? പോസിറ്റീവ് എപ്പോഴാണ് കിട്ടുക? ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടടാ? പോസിറ്റീവ് കിട്ടുക. 2 പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താടാ? 2 ഇലക്ട്രോൺ ആണ് നഷ്ടപ്പെടുത്തുന്നത്. എടാ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്താണ് ആരടാ? യെസ്, ഇവിടെ നിന്ന് 4s 2 ഇലക്ട്രോൺ പോയി അല്ലേ? ആദ്യം പറഞ്ഞു അല്ലേ? എസ് എന്നല്ല 2 ഇലക്ട്രോൺ കളയാ. അപ്പോൾ 4s 2 ഇലക്ട്രോൺ കളഞ്ഞു. പിന്നെ ബാക്കിയുള്ള അതേ മരിക്കുക ചെയ്താൽ 1s 2s2 2p6 3s2 3p6 4s ഉണ്ടോ? ഇല്ല. പിന്നെ മക്കൾ ആരായിക്കോടാ? 3d5. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ ഔട്ടർ നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. ദ മോസ്റ്റ് സ്റ്റേബിൾ ഔട്ടർ മോസ്റ്റ് സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. എടാ ക്രോമിയം ചില ആൾക്കാർ മണ്ടത്തരത്തിൽ എന്ത് ചെയ്തു? 3d4 4s2 എന്ന് എഴുതും. ഓക്കെ, അത് തെറ്റാണ് കേട്ടോ. ശരിക്കും ക്രോമിയം എങ്ങനെ വരിക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 4s1. അതായത് ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 അങ്ങനെയാണെങ്കിൽ തന്നെ ക്രോമിയത്തിൻ്റെ ഏറ്റവും സ്റ്റേബിൾ അഥവാ സ്ഥിരത കൈവരിച്ച സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസം ഏതാണ് ചോദിച്ചിട്ടുള്ളത് മക്കളെ? ഒന്ന് 3d10 4s1 തെറ്റാ. മറ്റേ 3d4 4s2 അടക്കട്ടെ മക്കളെ. 3d5 4s1 മക്കളെ. 3d9 4s അതും തെറ്റാ. പിന്നെ ഇതിലല്ലോ ഇത് ശരി വരിക. ഒന്ന് 3d4 4s2 ഒന്ന് 3d5 4s1 ആണ്. അപ്പോൾ ഏതായിരിക്കും ശരി മക്കളെ? 3d5 4s1 കേട്ടോ. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓക്കെ, ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അവിടെ എക്സ് എന്ന് പറഞ്ഞു, മറ്റൊടുത്ത് എന്താണ്? അയൺ എന്ന് പറഞ്ഞു. രണ്ടും സെയിം ആണ്. അവിടെ അയൺ എന്ന് പറഞ്ഞു അല്ലേ? ഈ ക്വസ്റ്റ്യനിലൂടെ അയൺ എന്ന് പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ കാണിച്ചതാ. ഈ ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, ഇവിടെ നമുക്ക് അയൺ എന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ അയൺ എന്ന് പറഞ്ഞു. മറ്റോടത്ത് എന്താണ്? ഇവിടെ അറ്റോമിക് നമ്പർ അയൺ 26. പക്ഷെ അവിടെ എന്താണ്? എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് അറ്റോമിക് നമ്പർ 26 ഗ്രൂപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. റെഡിയാണോ? സോ നെക്സ്റ്റ് ചോദിക്കുക വിച്ച് ഓഫ് ദ ഫോളോവിങ് ആസ് ഹൈയസ്റ്റ് എനർജി? ചെയ്തൂടെ? ഏതായിരിക്കും? N+L റൂൾ കേട്ടോ. റെഡിയാണോ? ദ അറ്റോമിക് നമ്പർ ഓഫ് മാഗ്നീസ് 25 അല്ലേ? എടാ ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ്, ഇപ്പോൾ കുറച്ച് മുമ്പ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യന്. ബ്ലോക്ക് പീരീഡ് സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ Mn2+. അതേ റിപ്പീറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂടാ. വിച്ച് സബ്സെൽ ഈസ് കോമൺ ടു ഓൾ സെൽ. ഇവിടെ ഓപ്ഷൻ ഇല്ല. മറ്റേ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ മക്കളെ ഏതായിരിക്കടാ? യെസ്, എസ് സബ്സെൽ ആയിരിക്കും കേട്ടോ. റെഡിയാണോ? എടാ ഇൻ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ ഏത് സബ്സെല്ലാടാ? എഫ് സബ്സെൽ ആയിരിക്കും കേട്ടോ. റെഡിയാണോ? An element A last 2 electron is 4s2 അല്ലേ? ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് 4s2 ആണ് കേട്ടോ. റൈറ്റ് ദ an element, ഒരു എലമെന്റ് എ ആണ്. ആ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു 4s2. 4s എത്ര ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട് കേട്ടോ. റൈറ്റ് ദ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ. പറയടാ. 1s2 2s2
2p6 3s2 3p6 4s2 റെഡിയാണോ? അപ്പോൾ മക്കളെ വിച്ച് പീരീഡ് ഡസ് ദ എലമെൻറ്റ് ബിലോങ്സ്? റെഡിയാണോ? എലമെൻറ്റ് ഏത് ഈ ഒരു എലമെൻറ്റ് ഏത് പീരീഡിലാണ്? അവസാനം ഏതാടാ? ഇല്ലേ എസ് അല്ലേ? എസ്സിലെ സൈഡിൽ നമ്പർ എത്രടാ? 4 അല്ലേ? അങ്ങനെയാണ് മക്കളെ ഇതിൻ്റെ പീരീഡ് എത്രടാ? 4. റെഡിയാണോ? ഇനി ഗ്രൂപ്പ് നമ്പർ എത്രടാ? എടാ എസ് ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ നമ്മൾ ട്രിക്ക് പഠിച്ചിട്ടുണ്ട്. എസിൻ്റെ മണ്ടയിലുള്ള ഇലക്ട്രോൺ എത്രടാ? 2. സോ ഗ്രൂപ്പ് നമ്പർ എത്രടാ? 2. മക്കളൊരു കാര്യം ശ്രദ്ധിക്കട്ടോടാ, ഈ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മക്കൾ നിങ്ങൾ ഈ യൂട്യൂബിൻ്റെ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിലോ അല്ലെങ്കിൽ വീഡിയോസ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഇലക്ട്രോ കെമിസ്ട്രി, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ലെസൺ 3 കെമിസ്ട്രി ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം ആ കോൺസെപ്റ്റ് എന്ത് ചെയ്യുക? കണ്ട് തീർക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഇവിടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടുള്ളൂ. മറ്റങ്ങൾക്ക് കാണാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം അത് കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് വരിക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക, കോൺസെപ്റ്റ് വൃത്തിയായിട്ട് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും? ഒരു ധാരണ കിട്ടും. ക്വസ്റ്റ്യൻ ഏത് പാറ്റേൺ ആയിരിക്കും, എങ്ങനെ വരും, ഏത് രീതിയിൽ വരും എന്ന് മനസ്സിലാവും. അല്ലാതെ കുറേ 1s2 2s2 2p6 എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. റെഡിയാണോ? നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മക്കൾ ഓൾറെഡി പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ്. മക്കളെ ഇതേ ചാപ്റ്ററുകൾ ഇപ്പോൾ ഈ ചാപ്റ്റർ വൃത്തിയായിട്ട് പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ +1 നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടാവും. അല്ലേ? നിങ്ങളൊക്കെ മക്കൾ എന്താണ് ഒരു ഭൂരിഭാഗം കുട്ടികളും എന്ത് ചെയ്യും? സയൻസ് എടുത്തു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ എലമെൻറ്റ്സിന് ചില ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ CBSE കുട്ടികൾക്കൊക്കെ മക്കളെ ക്ലാസിഫിക്കേഷൻസ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾക്കൊരു മെറിറ്റാണത്. നിങ്ങൾ കാരണം ഓൾറെഡി എലമെൻറ്റ്സിനെ പറ്റിയിട്ടും പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ടും പഠിച്ചേക്കും. CBSE നമുക്ക് ആ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബേസിക് അവിടെ പഠിച്ചിട്ടുണ്ട്. ആ ബേസിക് ഉപയോഗം ഉണ്ടാവുക. +1 സയൻസിന് നമുക്ക് ഉപയോഗം ഉണ്ടാവും. ആലോചിച്ച് നോക്ക്. കോമേഴ്സും ഹ്യൂമാനിറ്റീസും എടുത്താൽ പറ്റും ഒരു ധാരണ ഉണ്ടാവില്ല. എക്കണോമിക്സും അക്കൗണ്ടൻസും ഒരു ധാരണ ഒന്നും ഉണ്ടാവില്ല നമുക്ക്. അല്ലേ? നമ്മൾ നേരെ ഒന്നും അറിയാതെയായിരിക്കും പോണത്. പക്ഷെ നമുക്ക് സയൻസ് അങ്ങനെയല്ല. നമ്മൾ പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളും ജീനിനെ പറ്റിയിട്ടും അല്ലേ, ക്രോമോസോമിനെ പറ്റിയിട്ടും, ഫിസിക്സിൽ ലൈറ്റിനെ പറ്റിയിട്ടും, ലെങ്ത്ത്, മീറ്റർ, ബ്രെഡ്ത്ത്, അതേ സാധനം നമുക്ക് +1 മറ്റേ ഫിസിക്സിലും പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച 9ാം ക്ലാസ്സിൽ ആവശ്യമുണ്ട്, 9ൽ പഠിച്ച 10ാം ക്ലാസ്സിൽ, 10ൽ പഠിച്ച +, അങ്ങനെ ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് സൈക്കിളായിട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ എലമെൻറ്റ്സിനെ പറ്റി, പക്ഷേ മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒക്കെ ഉണ്ടാവും. ഒരു കാര്യമില്ല, നമുക്ക് പഠിച്ചാനല്ല അവസാനം നമുക്ക് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് +1. അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്ത് ഇവിടെ പറയുന്ന സമയത്തും ഈ കോൺസെപ്റ്റൊക്കെ ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്താ നഷ്ടമായി പോകില്ല. കാരണം നമുക്ക് വരും വർഷങ്ങളിൽ +1 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് സെറ്റാക്കുണ്ടാവും. റെഡിയാണോ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എടാ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ 13 അതിൻ്റെ സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതുക. പറഞ്ഞോളി മക്കളെ. 1s2 2s2 2p6 3s2 3p1. റെഡിയാണോ? റൈറ്റ് ഡൗൺ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ യൂസിങ് സിംബൽ ഓഫ് പ്രിസീഡിംഗ് നോബിൾ ഗ്യാസ്. അല്ലേ? എടാ ഇവിടെ പീരീഡ് നമ്പർ എത്രടാ? പീരീഡ് നമ്പർ എത്രടാ? 3. മണ്ടി പോയി കേട്ട് നമ്മൾ എന്ത് ചെയ്യും? നോബിൾ ഗ്യാസ് വെച്ചിട്ട് എഴുതും. അത് തെറ്റാട്ടോ. നമ്മൾ എന്ത് ചെയ്യണടാ? നോബിൾ ഗ്യാസ് വെച്ച് എഴുതിയിട്ട് നിങ്ങൾ ആരെ വെച്ച് എഴുതണം? ചില ആൾക്കാർ ആർഗൺ കൊണ്ട് വെച്ചത്. അത് തെറ്റാട്ടോ. കാരണം സെയിം പീരീഡ് എന്ന് ചോദിച്ചിട്ടില്ല. പ്രിസീഡിങ് നോബിൾ ഗ്യാസ്, അതായത് ഈ എലമെന്റ് നമുക്ക് എന്ത് ചെയ്യണടാ? 1s2 2s2 2p6 ഇത് ടോട്ടൽ എത്ര വരും? 10 ഇലക്ട്രോൺ വരിക. എടാ 10 ഇലക്ട്രോൺ വരുന്ന നോബിൾ ഗ്യാസ്, അതായത് 10 അറ്റോമിക് നമ്പർ വരുന്ന നോബിൾ ഗ്യാസ് ഏതാടാ? പറയടാ, ഏതായിരിക്കും? നിയോണ്. റെഡിയാണോ? നമ്മൾ എങ്ങനെ ചെയ്തോളൂ ഇതിനെ? നിയോൺ 3s2 3p1 കേട്ടോ. റെഡിയാണോ? വിച്ച് ബ്ലോക്സ് ഡസ് ദ എലമെന്റ് ബിലോങ്സ് ടു? അവസാനം ഏത് ബ്ലോക്കാണ്? ഏത് ഇതിലാ? പീരിയഡ്. അപ്പോൾ ഏത് ബ്ലോക്കാടാ? പി ബ്ലോക്ക്. ഫൈനൽ ടോട്ടൽ നമ്പർ ഓഫ് പി സബ്സെൽ ഓഫ് ദിസ് എലമെന്റ്. അല്ലേ മക്കളെ? ഇതിൽ പിയിൽ എത്ര ഇലക്ട്രോൺ ഇടാ? 1 ഉണ്ട്. ഇവിടെ പിയിൽ എത്ര ഉണ്ട്? 6 ഉണ്ട്. ടോട്ടൽ പിയിൽ എത്ര ഇലക്ട്രോൺ ഇടാ? 7 ഇലക്ട്രോൺ ഉണ്ട്. റെഡിയാണോ? ക്വസ്റ്റ്യൻ എന്താ വെച്ചത്? പി എന്ന് പറഞ്ഞ സബ്സെല്ലിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഇലക്ട്രോൺ അല്ലേ, മുഴുവൻ ഉണ്ടാവുന്ന ആ പി സബ്സെല്ലിൽ മുഴുവനുള്ള ഇലക്ട്രോൺ എണ്ണം കേട്ടോ. റൈറ്റ് ഡൗൺ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് X3+. റെഡിയാണോ? അപ്പോൾ ആദ്യം അലൂമിനിയം എക്സ് എഴുതാ. അറ്റോമിക് നമ്പർ 13 1s2 2s2 2p6 3s2 3p1. റെഡിയാണോ? നിങ്ങൾ നോക്കിക്കോട്ടോ. അപ്പോൾ X3+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എത്ര ഇലക്ട്രോൺ നഷ്ടപ്പെടണടാ? 3 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തണം. സോ ഇവിടുന്ന് 1 പോയി, ഇവിടുന്ന് 2 പോയി. സോ മക്കളെ എന്ത് വരടാ? 1s2 2s2 2p6. മറ്റേ 3s2 3p1 ഒന്നും ഉണ്ടാവില്ല, കാരണം 3 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടില്ലേ? ഏതടാ? X3+ എഴുതുന്ന സമയത്ത് കേട്ടോ. റെഡിയാണോ? ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് സബ്സ്റ്റൻസ് ഈസ് നോട്ട് പോസിബിൾ ഓഫ് ആൻ ആറ്റം. എടാ ഇതിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സമയത്ത് കുറച്ചൊരു അന്തം വെച്ച് ചെയ്യണം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു n=1 ഏതൊക്കെ ഉണ്ടാവും? എസ് മാത്രമേ ഉള്ളൂ. n=2 എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ട്? എസും പിയും ഉണ്ട്. n=3 എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ട്? അവിടെ എസ് പി ഡി ഉണ്ടാവും അല്ലേ. n=4 എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും? അവിടെ എസ് പി ഡി എഫ്. റെഡിയാണോ? സോ അങ്ങനെയാണെങ്കിൽ എടാ പി ഉണ്ട് അല്ലെ. പിന്റെ തൊട്ടപ്പുറത്താര 2. അപ്പോൾ 2 ആൾക്കാരുണ്ട്, എസിനും പി ഉണ്ട്. ശരിയാണ്, ഇത് കുഴപ്പമില്ല. മക്കളെ എഫ് നോക്കിക്കോട്ടോ. എഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട് n=4 വന്നപ്പോഴാണ് എസ് പി ഡി എഫിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മക്കളെ 3 എഫ് വരുമോ? n3 ആ സമയത്ത് എസ് പി ഡി മാത്രമേ വരുള്ളൂ. അപ്പോൾ ഏതാ തെറ്റ്? ഇതാ തെറ്റ് കേട്ടോ. റെഡിയാണോ? ഓക്കെ കഴിഞ്ഞു കേട്ടോ. മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം നമ്മളൊരു 30ഓളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിടാ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്താ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് എന്താ വീണ്ടും കാണാം. താങ്ക് യു.